നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് അതിനിർണായക നിമിഷങ്ങളാണ് ഇനി. 2 മണിയോടുകൂടിയാണ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഇപ്പോഴും അദ്ദേഹത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ED. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വാഭാവികമായിട്ടും അരവിന്ദ് കെജ്രിവാളിനെ റിമാൻഡ് ചെയ്യണം അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വേണം എന്നുള്ള അപേക്ഷയാണ് കോടതിയിൽ നൽകാൻ പോകുന്നത്. അതേസമയം അരവിന്ദ് കെജ്രിവാളിന് റിമാൻഡ് ചെയ്യപ്പെട്ടാൽ എന്താണ് ഡൽഹിയുടെ അവസ്ഥ, ഡൽഹി ഭരണത്തിന്റെ അവസ്ഥ എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമായി നടക്കുകയാണ്. റിമാൻഡ് ചെയ്താൽ ജയിലിലിരുന്ന് ഭരണം നടത്തുമെന്നാണ് AAP പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ അത് എത്രമാത്രം സാധ്യമാകും എന്നതിൽ നിയമവിദഗ്ധർക്കിടയിൽ തന്നെ എതിരഭിപ്രായമാണ് നിലനിൽക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഡൽഹിയിലുണ്ട്. അതേപോലെ തന്നെ കേരളത്തിലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ വലിയ പ്രതിഷേധം അത് കോൺഗ്രസും CPM നടത്തുന്നുണ്ട്. DYFAയും രൂക്ഷമായ രീതിയിൽ തന്നെ പ്രതികരിക്കുന്നുണ്ട്, പ്രകടനം നടത്തുന്നുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധമാണ് ഇന്ന് രാവിലെ കണ്ടത്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കേജ്രിവാളിന്റെ അറസ്റ്റിൽ ഡൽഹിയിൽ വലിയ പ്രതിഷേധം. ഡൽഹി മന്ത്രിമാരായ അതിഷിയും സൗരഭ് ഭരദ്വാജും അറസ്റ്റിൽ. രാഷ്ട്രീയ വേട്ടയെന്ന ആരോപണം ശക്തമാക്കി ഇന്ത്യ സഖ്യം. കേജ്രിവാളിനെതിരെ തെളിവുണ്ടെന്ന് BJP. EDയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നു. കോടതി റിമാൻഡ് ചെയ്താൽ ജയിലിലിരുന്ന് ഭരണം തുടരാൻ എങ്ങനെ കഴിയുമെന്ന് സംശയം. സുപ്രീം കോടതിയിലെ റിട്ട് ഹർജി പിൻവലിച്ച് കേജ്രിവാൾ. കേജ്രിവാളിന്റെ അറസ്റ്റിൽ കേരളത്തിലും പ്രതിഷേധം. പ്രകടനവുമായി കോൺഗ്രസും CPMഉം. അറസ്റ്റിന് പിന്നിൽ BJPയുടെ ഭയമെന്ന് മുഖ്യമന്ത്രി. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനെന്ന് കോൺഗ്രസ്. അഴിമതിക്കാർക്കുള്ള മുന്നറിയിപ്പെന്ന് K. സുരേന്ദ്രൻ. കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡന കേസ്. 35 പവൻ തട്ടിയെടുത്ത് 10 ലക്ഷം കൂടി ചോദിച്ചെന്ന് മകന്റെ ഭാര്യ. കേസെടുത്ത് മനുഷ്യാവകാശ കമ്മീഷനും. RLV രാമകൃഷ്ണന് മോഹിനിയാട്ടത്തിന് വേദി നൽകി സുരേഷ് ഗോപി. ക്യാമ്പസിലെ രാത്രി കർഫ്യൂവിനെതിരെ പ്രതിഷേധിച്ച് കോഴിക്കോട് NIT വിദ്യാർത്ഥികൾ. ജീവനക്കാരെ തടഞ്ഞു. വിദ്യാർത്ഥി പ്രതിഷേധം 12 മണിക്ക് ഹോസ്റ്റലിൽ കയറണമെന്ന നിർദ്ദേശത്തിനെതിരെ. രാജ്യം മുഴുവൻ ചർച്ചയാവുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റാണ്. ED ഇന്നലെ രാത്രി അറസ്റ്റ് ചെയ്ത ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ്. 2 മണിയോടുകൂടി അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അതേസമയം സുപ്രീം കോടതിയിൽ ഇന്നലെ രാത്രി തന്നെ ഹർജി നൽകിയിരുന്നു AAP. പക്ഷേ ഈ ഹർജി അല്പസമയം മുമ്പ് പിൻവലിച്ചിരിക്കുകയാണ്. അതിന് കാരണം നേരത്തെ മദ്യനയക്കേസിൽ അറസ്റ്റിലായ K. കവിതയുടെ ജാമ്യ ഹർജി സുപ്രീം കോടതി തള്ളിയിരുന്നു. വിചാരണ കോടതിയെ സമീപിക്കൂ എന്നാണ് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയത്. ഇതിന് പിന്നാലെയാണ് അരവിന്ദ് കെജ്രിവാളും സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുന്ന ഹർജി പിൻവലിച്ചത്. ഇനി എന്താണ് വിചാരണ കോടതിയുടെ തീരുമാനം എന്നതിനെ ആശ്രയിച്ചിരിക്കും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് പോകേണ്ടി വരുമോ അതോ അദ്ദേഹത്തിന് പുറത്തു വരുവാൻ കഴിയുമോ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ ഡൽഹിയിൽ ശക്തമായ പ്രതിഷേധമാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ശക്തമായ പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടി ഇന്ന് രാവിലെ സംഘടിപ്പിച്ചത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധിക്കാനാണ് ആം ആദ്മി പാർട്ടി ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഡൽഹിയിലെ 2 മന്ത്രിമാർ ഇതിനിടെ അറസ്റ്റിലായിട്ടുണ്ട്. അത് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചതിനെതിരെയായിരുന്നു. ഈ പ്രതിഷേധത്തിനിടയിലാണ് ഡൽഹിയിലെ 2 മന്ത്രിമാർ സൗരഭ് ഭരദ്വാജും അതിഷിയും അറസ്റ്റിലാവുന്നത്. അവരെ ഇതുവരെ വിട്ടയച്ചിട്ടില്ല. കൂടുതൽ ആം ആദ്മി പ്രവർത്തകർ അറസ്റ്റിലായിട്ടുണ്ട്. മദ്യനയ കേസിൽ ശക്തമായ അന്വേഷണമാണ് ഇപ്പോഴും ED നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് K. കവിതയുടെ അറസ്റ്റിന് പിന്നാലെ
അരവിന്ദ് കെജ്രിവാളും അറസ്റ്റിലായിരിക്കുന്നത്. ആദ്യമായാണ് ഭരണത്തിലിരിക്കെ ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാവുന്നത്. അതിനാൽ തന്നെ ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ് എന്നുള്ള ആരോപണം ആം ആദ്മി പാർട്ടി മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളും ഉന്നയിച്ചിട്ടുണ്ട്. കോൺഗ്രസും ഇതേ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഇനി എന്താണ് നിയമവഴി? ഇ ഡിയുടെ അറസ്റ്റിലായ അരവിന്ദ് കെജ്രിവാളിന്റെ മുന്നിലുള്ള നിയമവഴി ഇനി എന്തൊക്കെയാണ്? എപ്പോഴാണ് അരവിന്ദ് കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നത്? കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി ER രാഗേഷ് ചേരുകയാണ്. രാഗേഷ്, അതിനിർണായകമായ നിമിഷങ്ങളാണല്ലോ കടന്നു പോകുന്നത് ആം ആദ്മി പാർട്ടിയെയും അരവിന്ദ് കെജ്രിവാളിനെയും സംബന്ധിച്ച്. ഈ റിമാൻഡിലായി കഴിഞ്ഞാൽ പോലും ഭരണം നടത്തുമെന്നൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും അത് ഒരു രാഷ്ട്രീയമായ മറുപടി എന്ന് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത്? അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ പറയുവാൻ കഴിയുന്നത്. കെജ്രിവാളിനെ 2 മണിയോടുകൂടി തന്നെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കുമോ? മഞ്ജുഷ, സുപ്രീം കോടതിയിൽ റിട്ട് ഹർജിയാണ് ആം ആദ്മി പാർട്ടി നൽകിയിരുന്നത്. അല്പം മുമ്പ് ആ റിട്ട് ഹർജി പിൻവലിച്ചിരിക്കുകയാണ്. അഭിഷേക് മനു സിംഗ്വിയാണ് കെജ്രിവാളിന് വേണ്ടി ഹാജരായത്. മറ്റൊരു കേസിൽ സുപ്രീം കോടതിയിൽ വാദം നടക്കുന്നതിനിടെയാണ് ഏതായാലും ഈ റിട്ട് ഹർജി പിൻവലിക്കുന്നുവെന്ന് അഭിഷേക് സിംഗ്വി സൂചിപ്പിച്ചത്. അതിന് കാരണമായി പറഞ്ഞത്, ഒന്ന്, വിചാരണ കോടതിയിൽ ED സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിനെ റിമാൻഡ് ചെയ്യണമെന്നൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കും. അപ്പോൾ ഈ 2 ഹർജികൾ നിൽക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ വിചാരണ കോടതിയിലെ വാദത്തിന് ശേഷം വീണ്ടും സുപ്രീം കോടതിയെ സമീപിക്കാം. രജിസ്ട്രിയിൽ ഈ ഹർജി പിൻവലിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അപേക്ഷ നൽകുന്നു എന്നാണ് അഭിഷേക് സിംഗ്വി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് മുമ്പാകെ അറിയിച്ചത്. ഇതിന് കോടതി അനുമതി നൽകുകയും ചെയ്തു. അതിന് കാരണമായി വിലയിരുത്തേണ്ടത്, ഇന്ന് രാവിലെ തന്നെ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് മുമ്പാകെ ഈ വിഷയം ഉന്നയിക്കുകയായിരുന്നു ആം ആദ്മി പാർട്ടി ചെയ്തത്. പക്ഷേ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഈ ഹർജി പരിഗണിച്ചില്ല. പകരം സ്പെഷ്യൽ ബെഞ്ച് ചേരുന്നുണ്ട്. ആ ബെഞ്ചിനെ സമീപിക്കാനായിരുന്നു നിർദ്ദേശം. സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ചിന് മുമ്പാകെയായിരുന്നു ഇന്ന് രാവിലെ കവിതയുടെ ജാമ്യ ഹർജി വന്നിരുന്നത്. കപിൽ സിബലാണ് ഹാജരായിരുന്നത്. പ്രത്യേകിച്ച് രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ കാണുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം കോടതി മുമ്പാകെ ചോദിക്കുകയും ചെയ്തു. പക്ഷേ കോടതി വ്യക്തമാക്കിയ കാര്യം, ചില പ്രോട്ടോക്കോളുകളുണ്ട്. ആ പ്രോട്ടോക്കോൾ മറികടന്നുകൊണ്ട് ഒരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല. അതായത് ജാമ്യത്തിനായി ആദ്യം സമീപിക്കേണ്ടത് ഹൈക്കോടതിയാണ്. അപ്പോൾ അത് പരിഗണിക്കാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. തുടർന്ന് ജാമ്യം നൽകുകയും ചെയ്തില്ല. ഈ ഹർജിയും പരിഗണിക്ക് വരുന്നത് BRS നേതാവ് കവിതയ്ക്ക് ജാമ്യം കിട്ടാത്തതിനാൽ സ്വാഭാവികമായിട്ടും അതേ അനുഭവം തന്നെ ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണല്ലോ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും ഹർജി പിൻവലിച്ചിരിക്കുന്നത്. കാരണം റോസ് അവന്യൂ കോടതിയെ സമീപിക്കണം എന്ന് തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് നിർദ്ദേശം ഉണ്ടായേക്കാം എന്നുള്ള ആശങ്കയിലല്ലേ ഇപ്പോൾ ഇത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇനി അറിയുവാനുള്ളത്, ED എന്തൊക്കെ കാര്യങ്ങൾ കോടതിയിൽ നൽകാൻ പോകുന്നു റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം എന്നുള്ള കാര്യം കൂടി ഉണ്ടല്ലോ. അരവിന്ദ് കെജ്രിവാളിനെ എങ്ങനെ ഈ കേസിലേക്ക് ബന്ധിപ്പിച്ചിട്ടുണ്ട്? കവിതയുടെ മൊഴി എത്രമാത്രം നിർണായകമായിട്ടുണ്ട്? ആ 100 കോടിയുടെ കോഴ നൽകുന്നതിൽ ഇത്തരം കാര്യങ്ങൾ വളരെ നിർണായകമാണല്ലോ. ഇപ്പോഴും EDയുടെ കയ്യിൽ എന്തുണ്ട് എന്നുള്ള നിർണായകമായ ചോദ്യമുണ്ടല്ലോ. ആ കവിതയ്ക്ക് ജാമ്യം നിഷേധിച്ച അതേ ബെഞ്ചിന് മുമ്പ് തന്നെയാണ് ഹർജി വരുന്നത്. കെജ്രിവാളിന്റെ ഹർജി വരേണ്ടിയിരുന്നത്. അതുകൂടി ഒരുപക്ഷെ റിട്ട് പെറ്റീഷൻ പിൻവലിക്കാനുള്ള കാരണം ആയേക്കാം. കാരണം സ്വാഭാവികമായും കോടതി ചോദിക്കുക, ഹൈക്കോടതിയിൽ എന്തുകൊണ്ട് പോയില്ല എന്ന ചോദ്യമായിരിക്കും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക. കാരണം കവിതയുടെ കേസിലും അത് തന്നെയാണ് സംഭവിച്ചത്. EDക്ക് നോട്ടീസ് അയച്ചു കോടതി. പക്ഷെ അപ്പോൾ പോലും ജാമ്യത്തിന്റെ കാര്യത്തിൽ ഇടപെടാതെ എന്തുകൊണ്ട് ഹൈക്കോടതിയിൽ പോയില്ല? അത് പ്രോട്ടോകോൾ അങ്ങനെയാണെന്ന് സൂചിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൂടി കണക്കിലെടുത്തുകൊണ്ട് തന്നെയായിരിക്കും വിചാരണ കോടതിയിൽ പ്രത്യേകിച്ച് റിമാൻഡുമായി ബന്ധപ്പെട്ട വാദത്തിന് ശേഷം വരാമെന്ന് അഭിഷേക് സിംഗ്വി പറയാനുള്ള കാരണം. ഏതായാലും EDയുടെ പ്രധാനപ്പെട്ട നീക്കം, അല്ലെങ്കിൽ ED 2 മണിയോടുകൂടി കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. ED പ്രധാനമായും മുന്നോട്ട് വയ്ക്കാൻ പോകുന്ന കാര്യം, ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ, മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാസ്റ്റർ ബ്രെയിൻ കെജ്രിവാൾ ആണ് എന്ന തന്നെ കാര്യം തന്നെയായിരിക്കും. കാരണം ED ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് 100 കോടി രൂപ ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 100 കോടി രൂപ കവിതയിൽ നിന്ന് ആം ആദ്മി പാർട്ടി വാങ്ങി എന്നാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം നേരത്തെ അറസ്റ്റിലായ ആം ആദ്മി പാർട്ടിയുടെ നേതാവായ വിജയ് നായർ ഇത്തരത്തിൽ പല വ്യവസായികളുമായും ചർച്ച നടത്തിയിട്ടുണ്ട്. മാത്രമല്ല അതിനുശേഷം ഈ മദ്യനയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വിജയ് നായർ പലതവണ കെജ്രിവാളുമായി ചർച്ച നടത്തി തുടങ്ങിയ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ED ഉന്നയിക്കുന്ന സൗത്ത് ഗ്രൂപ്പ്, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് അല്ലെങ്കിൽ അനുകൂലമായി മദ്യനയം ഉണ്ടാക്കുന്നതിന് വേണ്ടി ചില ശ്രമങ്ങൾ നടത്തി. അതിന്റെ പ്രത്യുപകാരം എന്ന നിലയ്ക്കാണ് കവിത
100 കോടി രൂപ കെജ്രിവാളിന് പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിക്ക് കോഴ നൽകിയതെന്ന വാദമാണ് ED മുന്നോട്ട് വയ്ക്കുന്നത്. സ്വാഭാവികമായും ഇന്ന് കോടതിയിൽ ഹാജരാക്കുമ്പോൾ അക്കാര്യം തന്നെയായിരിക്കും ചൂണ്ടിക്കാണിക്കുക. കാരണം കെജ്രിവാളിനെ 10 ദിവസത്തേക്കെങ്കിലും കസ്റ്റഡിയിൽ ആവശ്യമുണ്ട്, വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം കെ കവിത നിലവിൽ കസ്റ്റഡിയിലുണ്ട്. കെ കവിതയ്ക്കൊപ്പം ഇരുത്തിക്കൊണ്ട് കെജ്രിവാളിനെ ചോദ്യം ചെയ്യേണ്ടത് തുടങ്ങിയ വാദങ്ങളായിരിക്കും ED മുന്നോട്ട് വെക്കുക. ഏതായാലും പുതിയ തെളിവുകൾ കൂടി എന്തെങ്കിലും ഓഡിയോ ക്ലിപ്പുകളോ അങ്ങനെയുള്ള തെളിവുകളോ ഒക്കെ 10 ദിവസത്തെ കസ്റ്റഡി ED ആവശ്യപ്പെട്ടു. എന്നാൽ 7 ദിവസത്തെ കസ്റ്റഡി കെ കവിതയ്ക്ക് നൽകുകയും 23 വരെ കസ്റ്റഡി വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. സമാനമായ കാര്യം തന്നെയായിരിക്കും ഇന്ന് കീഴ്ക്കോടതിയിൽ നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത. അവിടെ നിന്ന് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത നന്നേ കുറവാണ്. മഞ്ജുഷ്, ഓഡിയോ ക്ലിപ്പുകൾ പോലെയുള്ള തെളിവുകൾ ഉണ്ടോ എന്നുള്ള കാര്യവും അത്തരം കാര്യങ്ങൾ ED നൽകുമോ എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഡൽഹിയുടെ ഭരണം എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതാണല്ലോ. മുഖ്യമന്ത്രിയെ മാറ്റുന്നതിനുള്ള പകരം ഒരാളെ നിയമിക്കുന്നതിനുള്ള ചർച്ചകൾ ആം ആദ്മി പാർട്ടിയിൽ നടക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോലുമുണ്ട്. കേജ്രിവാളിന്റെ ഭാര്യയുമായിട്ട് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നേതാക്കൾ കൂടിയാലോചന നടത്തി ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഈ റിമാൻഡിലിരുന്നോ അല്ലെങ്കിൽ കസ്റ്റഡിയിലിരുന്നോ ഭരിക്കുമെന്നൊക്കെ പറയുന്നത് നടക്കാൻ പോകുന്ന കാര്യമല്ല എന്നുള്ളത് വ്യക്തമാണല്ലോ, ഇല്ലേ? ഇപ്പോൾ തന്നെ നിയമവിദഗ്ധർ അങ്ങനെയല്ലേ പറയുന്നത്, പകരം ഒരാൾ വരേണ്ടി വരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കേജ്രിവാൾ അറസ്റ്റിലായ സ്ഥിതിക്ക് എന്ന്. അതെല്ലാം ഇപ്പോൾ കോടതിയുടെ ഇനി എന്ത് തീരുമാനം എന്നതിനെ ആശ്രയിച്ചുമിരിക്കും. ആ കോടതി വിധിയെ ആശ്രയിച്ചായിരിക്കും ആം ആദ്മി പാർട്ടിയുടെ ഭാവി പരിപാടികൾ. പ്രത്യേകിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിലുണ്ടായിരിക്കുന്ന ഈ അറസ്റ്റ് തീർച്ചയായും വലിയ രീതിയിലുള്ള പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് ആം ആദ്മി പാർട്ടിയെ. ഇന്നലെ മന്ത്രി അതിഷി മെർലേനെ ചൂണ്ടിക്കാണിച്ച കാര്യം ജയിലിലിരുന്ന് ഭരിക്കുമെന്നാണ്. നേരത്തെ ഒരു സർവേയും ആം ആദ്മി പാർട്ടി നടത്തിയിരുന്നു. അതായത് ആ സർവേയിൽ പ്രധാനമായും ജനങ്ങളോട് ചോദിച്ചിരുന്നത് ഇത്തരം BJP ഗൂഢാലോചന നടത്തുന്നു, അങ്ങനെ അറസ്റ്റിലായി കഴിഞ്ഞാൽ രാജിവെക്കണമോ അതോ ജയിലിലിരുന്ന് ഭരിക്കണോ എന്നായിരുന്നു. അപ്പോൾ അന്ന് ആം ആദ്മി പാർട്ടി പറഞ്ഞിരുന്നത് കൂടുതൽ പേരും ഏതാണ്ട് 80% ആളുകൾ കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടെടുത്തു എന്നാണ്. ഭരണഘടനാപരമായും അത്തരത്തിൽ രാജിവെക്കണമെന്ന് എവിടെയും പറയുന്നില്ലെങ്കിൽ പോലും മന്ത്രിസഭാ യോഗം മറ്റും ചേരുന്നത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലാണ്. അപ്പോൾ കേജ്രിവാൾ ജയിലിലാകുമ്പോൾ എങ്ങനെ മന്ത്രിസഭാ യോഗം ചേരുമെന്ന പ്രശ്നം വരും. ഒപ്പം കൂടിക്കാഴ്ചകൾ, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥരുമായുള്ള യോഗങ്ങൾ, ഇതൊക്കെ എങ്ങനെ നടത്തുമെന്ന ചോദ്യം വരുന്നുണ്ട്. ഏതായാലും ആം ആദ്മി പാർട്ടിയിലും ചില ചർച്ചകൾ അനൌദ്യോഗികമായെങ്കിലും തുടങ്ങിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. ഒന്ന്, നിലവിലെ 2 മന്ത്രിമാരായ അതിഷി മെർലേന ഒപ്പം തന്നെ സൗരവ് ഭരദ്വാജ് തുടങ്ങിയവരുടെ പേരുകൾ ആം ആദ്മി പാർട്ടി പരിഗണിക്കുന്നുണ്ട്. ഒപ്പം കേജ്രിവാളിന്റെ ഭാര്യ സുനിത കേജ്രിവാളിനെ കൂടി പരിഗണിക്കുന്നുണ്ട്. കാരണം സമീപകാലത്തായി പാർട്ടിയുടെ പല യോഗങ്ങളിലും സുനിത പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സുനിതയെയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതായുള്ള സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. കാരണം മുൻപ് ഇത്തരം കേസുകളിൽ അറസ്റ്റിലായ വ്യക്തി ഒന്ന് ലാലു പ്രസാദ് യാദവാണ്. അന്ന് ലാലു പ്രസാദ് യാദവ് ജയിലിൽ പോയപ്പോൾ ഭാര്യ റാബ്രി ദേവിയെ മുഖ്യമന്ത്രിയാക്കുകയാണ് ചെയ്തത്. അതിനുശേഷം ഇപ്പോൾ സമീപകാലത്തായി ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ അറസ്റ്റിലായി. അന്നും മുഖ്യമന്ത്രി പദവി ഒഴിയുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് സമീപകാലത്തുള്ള കീഴ്വഴക്കം. സ്വാഭാവികമായും ജയിലിൽ പോകേണ്ട സാഹചര്യം വരികയാണെങ്കിൽ, കസ്റ്റഡിയിൽ പോകേണ്ട സാഹചര്യം വരികയാണെങ്കിൽ മുഖ്യമന്ത്രി പദവി കേജ്രിവാൾ ഒഴിയാൻ തന്നെയാണ് സാധ്യത. മഞ്ജുഷ്. ശരി രാകേഷ്, എന്തായാലും അതിനിർണായകമായ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. കേജ്രിവാളിന്റെ ഈ ഹർജിയിൽ സുപ്രീം കോടതി എന്തായാലും തീരുമാനമെടുക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം ഹർജി പിൻവലിച്ചു. പക്ഷേ ഡൽഹി റോസ് അവന്യൂ കോടതിയിലേക്ക് എല്ലാ കണ്ണുകളും നീങ്ങുകയാണ്. അവിടെയാണ് കേജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹാജരാക്കാൻ പോകുന്നത്. സ്വാഭാവികമായിട്ടും കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിക്കും. നേരത്തെ അറസ്റ്റിലായ കെ കവിതയ്ക്കൊപ്പം ചോദ്യം ചെയ്യണം എന്നുള്ള ആവശ്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉന്നയിക്കും. എന്തെല്ലാം തെളിവുകൾ ഇതിനകം കിട്ടിയിട്ടുണ്ട് എന്ന കാര്യവും ED കോടതിയെ അറിയിക്കും. ED അരവിന്ദ് കേജ്രിവാളിനെ കസ്റ്റഡിയിൽ വിടുകയോ അല്ലെങ്കിൽ റിമാൻഡ് ചെയ്യുകയോ ഉണ്ടായാൽ പിന്നീട് ഡൽഹിയിലെ ഭരണരംഗത്ത് പുതിയ ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. ലഫ്റ്റനന്റ് ഗവർണറുടെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമായി മാറുകയാണ്. ലഫ്റ്റനന്റ് ഗവർണറും അരവിന്ദ് കേജ്രിവാളിന്റെ മന്ത്രിസഭയും തമ്മിൽ ഇപ്പോൾ തന്നെ തർക്കം നിലവിലുള്ളതാണ്. എന്തായാലും ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം ഡൽഹിയിൽ കണ്ടു. അതുപോലെ തന്നെയാണ് കേരളത്തിൽ കോൺഗ്രസും CPM-ഉം ഒരേപോലെ തന്നെ ഇക്കാര്യത്തിൽ നിലപാടെടുത്തിരിക്കുകയാണ്. അരവിന്ദ് കേജ്രിവാളിനെ വേട്ടയാടുകയാണ് ED എന്നുള്ള കാര്യമാണ്. അതിൽ BJP-യാണ് ഇതിന് പിന്നിൽ. BJP തെരഞ്ഞെടുപ്പ് കാലത്ത് എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം നടത്തുകയാണ് എന്ന് LDF-ഉം UDF-ഉം ഒരേ സ്വരത്തിൽ പറയുകയാണ്. ഇന്നലെ രാത്രി തന്നെ പ്രതിഷേധങ്ങൾ കണ്ടിരുന്നു. ഇന്ന് രാവിലെയും പ്രതിഷേധം തുടർന്നു. കണ്ണൂരിൽ CPM പ്രതിഷേധ പ്രകടനം നടത്തി. MV ഗോവിന്ദൻ ഈ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. പ്രമുഖ CPM നേതാക്കൾ ഈ പ്രകടനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കുകയും ചെയ്തു.
രാജ്ഭവനിലേക്ക് 2 മാർച്ചുകളാണ് ഇന്ന് നടന്നത്. ഡിവൈഎഫ്ഐ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തി. അതേപോലെ തന്നെ കോൺഗ്രസിന്റെ മാർച്ചും രാജ്ഭവനിലേക്ക് ഉണ്ടായിരുന്നു. ജനാധിപത്യത്തിന് പിന്തുണയുമായി ഒരു ആം ആദ്മി പാർട്ടി പ്രവർത്തകരും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തുകയുണ്ടായി. എറണാകുളത്ത് ED ഓഫീസിന് മുന്നിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാലക്കാട് ദേശീയപാത ഉപരോധിച്ചും ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധിച്ചു. കേരളം ഏത് രീതിയിലാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനോട് പ്രതികരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഡാൻ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ട് അടുത്തതായി കാണാം. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് തൊട്ടുപിന്നാലെ സംസ്ഥാനത്ത് തുടങ്ങിയ പ്രതിഷേധങ്ങൾ ഇപ്പോഴും ശക്തമായി തന്നെ തുടരുകയാണ്. BJP വിരുദ്ധ ശക്തികളെല്ലാം ഒറ്റക്കെട്ടായി നിന്നാണ് ഈ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്നത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നലെ വൈകിട്ട് തിരുവനന്തപുരം നഗരത്തിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്ത പ്രതിഷേധ പരിപാടികളാണ് നടന്നതെങ്കിൽ ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിലാണ് രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വത്തിൽ വ്യാപകമായ പ്രതിഷേധം അലയടിച്ചത്. കണ്ണൂരിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ തന്നെയായിരുന്നു പ്രതിഷേധം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങളായ ശശി തരൂർ, രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവരൊക്കെ അതിശക്തമായ രീതിയിലാണ് കേജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ജനാധിപത്യത്തെ വായ് മൂടിക്കെട്ടാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. BJPക്കെതിരായി ശബ്ദമുയർത്തുന്നവരെ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ചെറുത്തു തോൽപ്പിക്കുന്നതിനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത്. അതിന്റെ ഒടുവിലത്തെ ഇരയായി മാറിയിരിക്കുകയാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന തരത്തിലുള്ള പ്രസ്താവനകളാണ് നേതാക്കന്മാർ നടത്തിയത്. അതിന് പിന്നാലെയാണ് രാജ്ഭവനിലേക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം DCC നേതൃത്വം നൽകിയ മാർച്ച് നടന്നത്. ശശി തരൂർ MP ഉൾപ്പെടെയുള്ളവർ ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. കോൺഗ്രസിന്റെ മാർച്ച് ഒരു വശത്ത് നടക്കുമ്പോൾ സംസ്ഥാനത്ത് നിന്നുള്ള ആം ആദ്മി പ്രവർത്തകർ മറുവശത്ത് ഈ മാർച്ചിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന കാഴ്ചകളും രാജ്ഭവന് മുൻപിലുണ്ടായി. അതിന് പിന്നാലെയാണ് DYFIയും പ്രതിഷേധ മാർച്ചിന്റെ ഭാഗമായി രാജ്ഭവന് മുന്നിലേക്ക് എത്തിയത്. എന്തായാലും BJP വിരുദ്ധ ചേരികൾ ഒന്നിച്ചു നിന്നുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരായ പ്രതിഷേധത്തിൽ അണിചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് സംസ്ഥാനത്ത് നിന്ന് കാണാൻ കഴിയുന്നത്. ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട ഭിന്നസ്വരങ്ങൾ ഉയർന്നത് വലിയ തരത്തിൽ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടെ BJP വിരുദ്ധ ശക്തികൾ ദേശീയ തലത്തിൽ എങ്ങനെയാണോ ഒന്നിക്കുന്നത് സമാനമായ തരത്തിൽ കേരളത്തിലും അത്തരത്തിലുള്ള ഒരു നീക്കം ഈ ഒരു കാര്യത്തിലെങ്കിലും ഉണ്ടായിരിക്കുന്ന അസാധാരണമായ സംഭവ വികാസങ്ങൾക്കാണ് സംസ്ഥാനം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ മുസ്ലിം ലീഗും അപലപിച്ചു. ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തുവാനുള്ള ശ്രമമാണ് BJP നടത്തുന്നതെന്നും മുന്നണിയെ പേടിക്കുന്നതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റം അപലപനീയമാണ്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പിന്റെ നടുവിലാണ് ഈ രാജ്യം. ആ സമയത്താണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഈ അടുത്ത കാലത്ത് വേറൊരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു. മുഖ്യമന്ത്രിമാരെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി നേതാക്കളെയും ഒക്കെ ജയിലിലടച്ച് കൃത്രിമ ജയം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇവിടെ BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികളെ എല്ലാ വിധത്തിലും അടിച്ചമർത്തുകയാണ്. അവിടെ ഫണ്ട് അതുപോലെ തന്നെ അവരുടെ നീക്കങ്ങൾ ബാക്കിയുള്ളത് എല്ലാം. ഇന്ത്യയിൽ ജനാധിപത്യം ഒരു വല്ലാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നത്. നമ്മുടെ രാജ്യത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തുകയും ഓരോ പാർട്ടികൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന പതിവ് ഉണ്ട്. അത് നമ്മുടെ അഭിമാനമാണ്. പക്ഷേ പ്രതിപക്ഷത്തെയും പ്രതിപക്ഷ നേതാക്കളെയും പ്രതിപക്ഷ പാർട്ടികളെയും അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരെയും ഒക്കെ ആരെന്നില്ലാതെ ഒരു സമയം നോക്കാതെ ഒരു മര്യാദയും ഇല്ലാതെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് എല്ലാ ഏജൻസികളെയും ഉപയോഗിക്കുന്നു. കേജ്രിവാളിൻ്റെ അറസ്റ്റ് അങ്ങേയറ്റം അപലപനീയവും അതുപോലെ തന്നെ അത്ഭുതകരവുമാണ്.
ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റിനെ ന്യായീകരിച്ച് ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ രംഗത്തെത്തി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അഴിമതി നടത്തുന്നവർക്കുള്ള മുന്നറിയിപ്പാണ് എന്നാണ് കെ. സുരേന്ദ്രൻ പറയുന്നത്. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നിലപാടിനെയും കെ. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തുകയുണ്ടായി. കേരളത്തിലും സമാനമായ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. കേരള മുഖ്യമന്ത്രിക്കെതിരെയുള്ള അന്വേഷണം ഈ ഒരു അന്വേഷണവും കേന്ദ്ര ഏജൻസികൾ നടത്തുന്നതാണ്. അപ്പോൾ ഇതിലും കോൺഗ്രസിന്റെ നിലപാട് ഇതേ രീതിയിലുള്ളതാണോ എന്നും കെ. സുരേന്ദ്രൻ ചോദിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് കോൺഗ്രസിന്റെ നിലപാട് ഇരട്ടത്താപ്പാണ് എന്ന് പറയുന്നതെന്നും കെ. സുരേന്ദ്രൻ പറഞ്ഞു. ഓരോരോ അഴിമതിക്കാർ കൊടുക്കുമ്പോൾ അഴിമതി ചെയ്ത എല്ലാവർക്കും വേവലാതി ഉണ്ടാവും. അഴിമതിക്കാരുടെ സംയുക്തമായിട്ടുള്ള ഒരു കൂട്ടക്കരച്ചിലാണ് ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വലിയ അഴിമതി കേസാണ്. ആ അഴിമതി കേസിൽ പ്രതിയായിട്ടുള്ള ആളുകളെല്ലാം അറസ്റ്റ് ചെയ്യും. നേരത്തെ മുൻ തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ കേസിൽ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കേസ് മുന്നോട്ട് പോകുന്നത്. ഇതിൽ രാഷ്ട്രീയമില്ല. തെരഞ്ഞെടുപ്പാണോ അല്ലയോ എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടല്ല കേസുകൾ നടക്കുന്നത്. അഴിമതിക്കെതിരെയുള്ള എല്ലാ കേസുകളിലും ശക്തമായ നടപടിയാണ് ഏജൻസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് സതീശനോട് ചോദിക്കാനുള്ളത്, കേരളത്തിൽ വല്ല നടപടിയും വന്നാൽ മാറ്റി പറയോ സതീശ? സംയുക്ത സമരം ചെയ്യുമോ? നാണമെന്ന ഒരു സാധനം സതീശന്റെ കോൺഗ്രസ് പാർട്ടിയുടെ നിഘണ്ടുവിലില്ല. കോൺഗ്രസ് പാർട്ടി മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾ നടത്തുന്ന അഴിമതിക്കെതിരായി അന്വേഷണം വരുമ്പോൾ ആദ്യം ശക്തമായി ബഹളം വയ്ക്കും. നടപടി വരുമ്പോൾ ഒരുമിച്ച് സമരം ചെയ്യും. ഇത് ഇരട്ടത്താപ്പല്ലാതെ പിന്നെ എന്താണ്? ബി.ജെ.പിക്ക് ഇതിലൊരു ഇരട്ടത്താപ്പുമില്ല. കോൺഗ്രസ് പാർട്ടിക്കും CPM-നുമാണ് ഇരട്ടത്താപ്പ്. തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളും ഈ വിഷയത്തിൽ പ്രതികരിക്കുകയുണ്ടായി. അറസ്റ്റ് അത്ഭുതപ്പെടുത്തിയെന്നാണ് ശശി തരൂർ പറഞ്ഞത്. അതിന് കാരണം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന ശേഷമാണ് ഈ അറസ്റ്റ്. ഇങ്ങനെ ഒരു അറസ്റ്റ് വേണമായിരുന്നുവെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പോരായിരുന്നോ എന്നുമാണ് ശശി തരൂർ ചോദിച്ചത്. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു അതിശയപ്പെടുന്ന ഒരു തീരുമാനമാണ്. തെരഞ്ഞെടുപ്പിൻ്റെ മോഡൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് വന്നിട്ട് തന്നെ 6-7 ദിവസമായി. നമ്മളെല്ലാവരും ഇറങ്ങി പ്രചരണം ചെയ്യുന്ന ഒരു സമയമാണ്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയുമാണ്, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷനുമാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ ശരിക്കും അവർ പറയണത് ഈ പാർട്ടിയുടെ കൈയും കാലും കെട്ടിച്ചിട്ടാണ് അവർ ഇറക്കാൻ പോകുന്നത്. എല്ലാറ്റിനും ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്. ശ്രീ സിസോദിയെ അറസ്റ്റ് ചെയ്യുന്നത് 2 വർഷം മുമ്പാണ്, 2022 ആ സമയത്ത് എന്തായാലും എല്ലാ വിധത്തിലും അഥവാ അവർക്ക് ആരോപണം ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കട്ടെ, എന്താണെന്ന് പറഞ്ഞിട്ട് അറിയിക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടി നിലപാട്. പക്ഷേ ഇത് 2022 2023 ജാനുവരി ഫെബ്രുവരി 23 24 കൂടിയല്ല. അവർ മാർച്ചിലെ കോഡ് ഓഫ് കോണ്ടക്ട് പ്രഖ്യാപിച്ച ശേഷം ഇടപെട്ടിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്നത് അതിലൊരു കോൺടെക്സ്റ്റ് ഇല്ലേ, അതിലൊരു അർത്ഥമില്ലേ? ഞാൻ പറയുന്നു, അഥവാ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു കേസ് ഉണ്ടെങ്കിൽ 2 മാസം കൂടി കാത്തിരിക്കൂ. ജൂൺ 4-ാം തീയതി കഴിഞ്ഞിട്ട് നിങ്ങൾ ആവശ്യമുള്ളതൊക്കെ ചെയ്തോളൂ. അഥവാ നിങ്ങൾക്ക് ശരിക്കും ചെയ്യാനുള്ള അടിസ്ഥാനം ഉണ്ടെങ്കിൽ. പക്ഷെ ഈ സമയത്ത് ചെയ്യണത് ആർക്കും ഒരു സംശയവുമില്ല. ഇതിൻ്റെ സന്ദേശം എന്താണ്? നിങ്ങൾ സർക്കാരിനെ എതിരാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഇറങ്ങാൻ സാധിക്കില്ല എന്നാണ് സംഭവം. ബി.ജെ.പി. സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും ഈ വിഷയത്തിൽ പ്രതികരിച്ചു. സ്വാഭാവികമായ അറസ്റ്റാണെന്നാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. നേരത്തെ ED സമൻസ് പലതവണ അയച്ചതാണ്. പക്ഷേ അരവിന്ദ് കെജ്രിവാൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ തയ്യാറായില്ല. അതുപോലെ തന്നെ കോടതി ഈ വിഷയത്തിൽ ഇളവ് കൊടുത്തതുമില്ല. പിന്നെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ EDക്ക് മുന്നിൽ നിർവാഹമില്ലായിരുന്നുവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ജനാധിപത്യത്തിനെതിരായ ആക്രമണം എന്ന രീതിയിലുള്ള കുപ്രചാരണമാണ് ഇപ്പോൾ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ അരവിന്ദ് കെജ്രിവാൾ 4 പ്രാവശ്യം ED നോട്ടീസ് അയച്ചിട്ട് ഇദ്ദേഹം ഇഗ്നോർ ചെയ്യുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് നാച്ചുറൽ അണ്ടർ ലോ അറസ്റ്റ് ആണ്. ലോ ഇന്ത്യയിൽ എല്ലാവരും ഈക്വലി അപ്ലൈ ചെയ്യുന്ന ഇഷ്യൂ ആണ്. ജനാധിപത്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നാണ് ഡിവൈഎഫ്ഐയുടെ ഈ വിഷയത്തിലുള്ള നിലപാട്. ഡിവൈഎഫ്ഐ ആണ് ആദ്യം പ്രകടനവുമായി രംഗത്തെത്തിയത്. ഇനിയും അരവിന്ദ് കെജ്രിവാളിനെതിരെ നടന്ന അറസ്റ്റിൽ പ്രതിഷേധം തുടരുമെന്നാണ് AA റഹീം പറഞ്ഞത്. ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ ചരിത്രത്തിലെ ഒരു അപകടകരമായ ദിവസമായിരുന്നു ഇന്നലെ. രാജ്യതലസ്ഥാനത്ത് ഇന്നലെയുണ്ടായ സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന് തീരാ കളങ്കമാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി
അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധവും സ്വേച്ഛാധിപത്യത്തിലേക്ക് നമ്മുടെ രാജ്യം കടന്നു പോകുന്നതിന്റെ വലിയ ലക്ഷണവുമാണ്. മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. സുപ്രീം കോടതി കഴിഞ്ഞ ദിവസമാണ് തമിഴ്നാട് ഗവർണർ RN രവിയെ വിമർശിച്ചത്. കെ പൊന്മുടിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താത്തതിനുള്ള വിമർശനമാണ് കോടതി ഉന്നയിച്ചത്. ഇതിനുശേഷം ഇപ്പോൾ കെ പൊന്മുടിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുവാൻ ഗവർണർ അനുമതി നൽകി. പൊന്മുടി ഇന്ന് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 3:30 രാജ്ഭവനിലാണ് ചടങ്ങ് നടക്കുക. പൊന്മുടിയെ മന്ത്രിസഭയിലേക്ക് ഉൾക്കൊള്ളിക്കാൻ സർക്കാർ നേരത്തെ ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ അനുമതി നൽകിയില്ല. ഇത് ചോദ്യം ചെയ്ത് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജി പരിഗണിക്കവെയാണ് ഇന്നലെ സുപ്രീം കോടതി ഗവർണറെ രൂക്ഷമായ രീതിയിൽ വിമർശിച്ചത്. ഇതിന് പിന്നാലെയാണ് നിലപാട് മാറ്റി ഗവർണർ തീരുമാനമെടുത്തത്. നർത്തകൻ RLV രാമകൃഷ്ണനെതിരായ പരാമർശത്തിൽ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ സ്വമേധയാ കേസെടുത്തു മനുഷ്യാവകാശ കമ്മീഷൻ. തൃശൂർ SP-യും സാംസ്കാരിക സെക്രട്ടറിയും 15 ദിവസത്തിനുള്ളിൽ ഈ വിഷയത്തിൽ റിപ്പോർട്ട് നൽകണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കേസ് കൂടി കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ വന്നിരിക്കുകയാണ്. തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസെടുത്തത്. സ്ത്രീധന പീഡന കേസാണ് കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ കന്റോൺമെന്റ് പോലീസ് എടുത്തിരിക്കുന്നത്. ഇത് മകന്റെ ഭാര്യ നൽകിയ പരാതിയിലാണ്. 35 പവൻ തട്ടിയെടുത്തുവെന്നും 10 ലക്ഷം രൂപ പിന്നീട് ചോദിച്ചെന്നുമാണ് പരാതി. ഈ പരാതിയിലാണ് കേസെടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV വിനോദ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. വിനോദ്, ഇത് ഗുരുതരമായ ഒരു കേസാണല്ലോ. നേരത്തെ ഇത്തരം ഒരു പരാതി ഉണ്ടായിരുന്നതാണോ അതോ ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെ വന്നതിന് ശേഷം ഉണ്ടായ പരാതിയാണോ? മഞ്ജുഷ, 2022 ഈ കേസ് എടുത്തിട്ടുള്ളത്. സത്യഭാമയും സത്യഭാമയുടെ മകനും ചേർന്ന് സ്ത്രീധനത്തിന് വേണ്ടി പീഡിപ്പിച്ചുവെന്ന് കഴക്കൂട്ടം സ്വദേശിനി നൽകിയ പരാതിയിലാണ് കേസെടുത്തിരുന്നത്. ഈ പരാതിയിൽ പറയുന്നത് ഇങ്ങനെയാണ്: വിവാഹം കഴിഞ്ഞ് 5 ദിവസം മാത്രമാണ് അവിടെ താമസിച്ചത്. ഈ ആദ്യ ദിവസം മുതൽ തന്നെ ഇവർ സ്ത്രീധനത്തിന് വേണ്ടിയുള്ള സമ്മർദ്ദം തുടങ്ങിയിരുന്നു. ശാരീരികവും മാനസികവുമായി തളർത്തുന്ന തരത്തിലുള്ള പ്രവൃത്തികളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. 35 പവൻ സ്വർണ്ണമാണ് സ്ത്രീധനമായി നൽകിയത്. ഈ 5 ദിവസത്തിനുള്ളിൽ തന്നെ ഈ സ്ത്രീധനം കുറഞ്ഞു പോയെന്ന് പറയുകയും 10 ലക്ഷം രൂപ കൂടുതലായി വീട്ടിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. തൻ്റെ പിതാവ് ഈ വിവരമറിഞ്ഞ് ഈ വീട്ടിലേക്ക് എത്തുമ്പോൾ സത്യഭാമ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ മർദ്ദിക്കുകയും തള്ളി താഴെയിടുകയും താലിമാല പൊട്ടിക്കുകയും ചെയ്തു. തൻ്റെ മകൻ അണിയിച്ച മാല ഇനി ധരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. ആ സംഭവത്തോടുകൂടി വീട്ടിൽ നിന്ന് പോയി നമ്മൾ ആ യുവതിയുമായി സംസാരിച്ചിരുന്നു. പക്ഷേ അവർ ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ തയ്യാറല്ല. കേസുമായി മുന്നോട്ട് പോകുന്നുണ്ട്. അവർ പറഞ്ഞത് കൊടിയ പീഡനം ആ വീട്ടിൽ അനുഭവിച്ചുവെന്നാണ്. ഇരുവരുടെയും രണ്ടാം വിവാഹമാണ്. സത്യഭാമയുടെ മകൻ്റെയും ഈ യുവതിയുടെയും രണ്ടാം വിവാഹമായിരുന്നു. ചെല്ലുന്ന സമയം മുതൽ തന്നെ സത്യഭാമയുടെ മകൻ മദ്യപിച്ച് മർദ്ദിക്കാറുണ്ടായിരുന്നു, മാനസികമായി പീഡിപ്പിക്കാറുണ്ടായിരുന്നു. സത്യഭാമയും ആ നിലയ്ക്ക് തന്നെ വീടിന് പുറത്തു പോകുമ്പോൾ വീട്ടിൽ പൂട്ടിയിട്ടാണ് പോകുന്നത്. അയൽവാസികളോട് സംസാരിക്കാൻ സമ്മതമില്ലായിരുന്നു. എപ്പോഴും സത്യഭാമ അവരുടെ കാര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ അവരുടെ മേന്മ മാത്രം വീട്ടിനുള്ളിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ അസഹനീയമായിരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇത് മർദ്ദനത്തിൽ കലാശിച്ചത്. മാത്രവുമല്ല, ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലം നമ്മൾ പരിശോധിക്കുമ്പോൾ സാഹിത്യരംഗത്തും രാഷ്ട്രീയ രംഗത്തുമുള്ള മുഴുവൻ ആളുകളും സത്യഭാമയെ തള്ളിപ്പറയുകയാണ്. ശ്രീകുമാരൻ തമ്പി പറഞ്ഞത് ഇതല്ല യഥാർത്ഥ സത്യഭാമ. കലാമണ്ഡലം സത്യഭാമ എന്ന് പറയുന്ന ഉന്നതയായ മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇത് ജൂനിയർ സത്യഭാമയാണ്. അവർക്ക് പോലും കളങ്കമുണ്ടാകുന്ന തരത്തിലാണ് ഇവരുടെ പെരുമാറ്റം. ഇവർ മാപ്പ് പറയണം. മന്ത്രി സജി ചെറിയാനും കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇവരുടെ പേരിനൊപ്പം കലാമണ്ഡലം എന്ന പേര് ചേർത്ത് വെക്കുന്നത് തന്നെ അപമാനമാണ് എന്ന നിലയ്ക്കാണ്. MV ഗോവിന്ദനും ഇന്ന് ഇതേ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. RLV രാമകൃഷ്ണന് ഒരു വേദി നൽകുമെന്ന കാര്യം സുരേഷ് ഗോപി വ്യക്തമാക്കിയിട്ടുണ്ട്. മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ശരി വിനോദ്, എന്തായാലും ഇതിൽ സ്ത്രീധന പീഡന കേസ് പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. മകന്റെ ഭാര്യയാണ് നേരത്തെ പരാതി നൽകിയിരിക്കുന്നത്. കന്റോൺമെന്റ് പോലീസാണ്, തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് സത്യഭാമയ്ക്കെതിരെ സ്ത്രീധന പീഡന കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സ്ത്രീധന പീഡനം നടത്തിയിരുന്നു എന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ, ആ FIR-ൽ ഉണ്ടായിരുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. തനിക്കെതിരെയുള്ള ആരോപണത്തിൽ നിയമവിദഗ്ധരോട് ഉപദേശം തേടിയിട്ടുണ്ടെന്ന് RLV രാമകൃഷ്ണൻ. നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും. കറുത്തവ മോഹിനിയാട്ടം ചെയ്യരുതെന്ന ചിന്താഗതിക്കെതിരെയാണ് തന്റെ പോരാട്ടമെന്നും RLV രാമകൃഷ്ണൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നിയമ നടപടികളുമായിട്ട് തന്നെ പോകും. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധ പരിപാടികൾ ഇനിയിപ്പോൾ ഇന്നും ഒക്കെ നടക്കുന്നുണ്ട്. അതിൽ ഭാഗഭാക്കാവാനായിട്ട് പലയിടങ്ങളിൽ നിന്നുള്ള ക്ഷണം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ പ്രതിഷേധം ഇതൊരു വ്യക്തി എന്നുള്ള പേരിന് അപ്പുറത്തേക്ക് എന്നെയാണ് ആക്ഷേപിച്ചതെങ്കിലും ഈ ആക്ഷേപത്തിലുള്ള ഒരു സമൂഹത്തെ ആകമാനമാണ് ആക്ഷേപിച്ചത്. തീർച്ചയായിട്ടും അതിൽ ഒരു ഭാഗം തന്നെയാണ് യൂട്യൂബ് ചാനൽ. അയാൾ കൃത്യമായിട്ട് അതിന് ചോദ്യം ചോദിക്കുന്നുമുണ്ട്.
സത്യഭാമയുടെ പേരിന് മുന്നിൽ കലാമണ്ഡലം എന്ന് ചേർക്കുന്നത് അപമാനമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. ഫ്യൂഡൽ ജീർണതയുടെ അവശേഷിപ്പാണ് സത്യഭാമയെ പോലുള്ളവർ. ഇത്തരത്തിലുള്ള സാംസ്കാരിക വിരുദ്ധ നിലപാട് കേരളം അംഗീകരിക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. RLB രാമകൃഷ്ണന് മോഹിനിയാട്ടം നടത്താൻ വേദി നൽകാമെന്ന് സുരേഷ് ഗോപി. തന്റെ കുടുംബക്ഷേത്രത്തിലെ ചിറപ്പ് മഹോത്സവത്തിന് രാമകൃഷ്ണന്റെ മോഹിനിയാട്ടം ഉണ്ടായിരിക്കും. നിയമപരമായി നേരിടേണ്ട വിഷയമാണ് ഇതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. 28-ാം തീയതി എന്റെ അമ്പലത്തിൽ എന്റെ ചെറുപ്പമാണ്, നക്ഷത്രമാണ്. RLB രാമകൃഷ്ണൻ നേരെയുള്ള അധിക്ഷേപത്തിൽ കലാമണ്ഡലം സത്യഭാമയെ തള്ളിപ്പറഞ്ഞ് PC ജോർജും. നിറത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യനെയും സ്ത്രീ പുരുഷ വ്യത്യാസം എന്ന പേരിൽ കലയെയും വിലയിരുത്തുന്നത് നല്ല കാര്യമല്ല. വേദിയിൽ പെർഫോം ചെയ്യുന്നത് കറുത്ത നിറമുള്ള പെൺകുട്ടിയാണെങ്കിൽ നന്നായി വെളുപ്പിച്ചു നിർത്തിയാൽ പോരെയെന്നും PC ജോർജ് പറഞ്ഞു. ആ കഴിവുകൾ നിറത്തിന്റെ അടിസ്ഥാനത്തിലോ സംസ്കാരത്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ ജാതിയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ കാസ്റ്റിന്റെ അടിസ്ഥാനത്തിലോ ഒക്കെ വിലയിരുത്തുന്നത് മൗഢ്യമാണ്. കലാമണ്ഡലം ഗോപിയുമായി നേരത്തെ ഉണ്ടായ വിവാദത്തിൽ പ്രതികരിച്ച് സുരേഷ് ഗോപി ഇന്ന് പറഞ്ഞത്, കലാമണ്ഡലം ഗോപി കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞിരുന്നു. പാറമേക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങവേ പത്മ അവാർഡ് തരപ്പെടുത്തി തരാൻ പറ്റുമോ എന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ചു. പക്ഷേ തനിക്കത് പറ്റില്ല, താൻ അതിൽ ഉൾപ്പെടുന്ന ഒരാളല്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞുവെന്നാണ്. ഇക്കാര്യം ഇപ്പോൾ സുരേഷ് ഗോപിയും പറഞ്ഞിരിക്കുകയാണ്. പത്മ അവാർഡിന് സഹായം അഭ്യർത്ഥിച്ച് കലാമണ്ഡലം ഗോപി ബന്ധപ്പെട്ടിരുന്നതായി സുരേഷ് ഗോപി പറഞ്ഞു. ഇക്കാര്യം നേരത്തെ പറയാതിരുന്നത്, നേരത്തെ വിവാദമുണ്ടായി തനിക്ക് നേരെ വലിയ ആക്ഷേപം ഉണ്ടായപ്പോഴും ഇത് പുറത്തു പറയാതിരുന്നത് കലാമണ്ഡലം ഗോപിയോടുള്ള സ്നേഹത്താലാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഇപ്പോൾ കലാമണ്ഡലം ഗോപി തന്നെ എല്ലാം വെളിപ്പെടുത്തിയതിനാലാണ് താൻ ഇക്കാര്യം മാധ്യമങ്ങളോട് പറയുന്നതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുകയുണ്ടായി. കലാമണ്ഡലം ഗോപിയെ വീട്ടിലെത്തി കാണില്ലെന്നും സുരേഷ് ഗോപി പ്രതികരിക്കുകയുണ്ടായി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന ബഹുജന റാലി ഇന്ന് കോഴിക്കോട് നടക്കും. മതം പൗരത്വത്തിന് അടിസ്ഥാനമാക്കരുത് എന്നാണ് ഈ റാലിയുടെ മുദ്രാവാക്യം. കൂടുതൽ വിവരങ്ങളുമായി MS അനീഷ് കുമാർ ഉണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, ഇത് അഞ്ചിടത്ത് ഇത്തരം റാലി സംഘടിപ്പിക്കുവാനാണല്ലോ തീരുമാനം. ഇന്ന് എപ്പോഴാണ് റാലി? എങ്ങനെയാണ് ഇതിന്റെ ഒരു പങ്കാളിത്തം എങ്ങനെയായിരിക്കും? മഞ്ജുഷ, CPM നേതൃത്വം നൽകുന്ന ഭരണഘടനാ സംരക്ഷണ സമിതിയുടെ കീഴിലാണ് ഈ റാലി കോഴിക്കോട് നടക്കുന്നത്. കോഴിക്കോടിനൊപ്പം തന്നെ കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കൊല്ലം എന്നിവിടങ്ങളിലും ഇത്തരത്തിൽ സമാനമായ റാലി സംഘടിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വൈകുന്നേരം 7 മണിക്ക് കോഴിക്കോട് ബീച്ചിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. നോമ്പ് കാലമായതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കാ സമയത്തിന് ശേഷമാണ് ഈ പരിപാടി ബീച്ചിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് ആളുകൾ ഈ വിവിധയിടങ്ങളിൽ നിന്നായി ഈ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് CPM അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ ന്യൂനപക്ഷ വിഷയങ്ങളിൽ ഊന്നി കഴിഞ്ഞ കുറച്ച് അധികം നാളുകളായി CPM പല പരിപാടികളും കോഴിക്കോട് നടത്തി വരുത്തുന്നുണ്ടായിരുന്നു. പലസ്തീൻ വിഷയത്തിലടക്കം വലിയ ബഹുജന പങ്കാളിത്തത്തോടുകൂടിയുള്ള കൺവെൻഷനുകളും മറ്റും വിളിച്ചു ചേർക്കാൻ CPM കഴിയുകയും ചെയ്തിരുന്നു. സാമൂഹിക സാംസ്കാരിക മുസ്ലിം വിഭാഗങ്ങളിലെ നിരവധി പ്രമുഖർ ഇന്നത്തെ ഈ റാലിയിൽ പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. സമസ്തയുടെയും ഒപ്പം കാന്തപുരത്തിൻ്റെയും ഒക്കെ പ്രതിനിധികൾ ഇന്നത്തെ യോഗത്തിലേക്ക് എത്തുമെന്ന് CPM അറിയിച്ചിട്ടുമുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഇന്നത്തെ ഈ റാലിക്കുണ്ട്. നേരത്തെ നടന്ന പല പരിപാടികളിലും മുസ്ലിം ലീഗ് അടക്കമുള്ള ചില ആളുകളെ കൂടി പ്രതിപക്ഷത്തു നിന്ന് പോലും വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് അത്തരം ഒരു ക്ഷണം CPM നൽകിയിട്ടില്ല. ലീഗിന്റെ ആളുകൾ UDF നേതാക്കൾ ഇത്തരത്തിലുള്ള റാലി നടത്തുന്നതിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇതൊരു മുതലക്കണ്ണീരാണ് CPM-ന്റേതും മുഖ്യമന്ത്രിയുടേതും എന്ന് പറയുന്നുണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് UDF പ്രതിരോധത്തിൽ ആക്കുന്ന ഒന്നുകൂടിയാണല്ലോ. കാരണം UDF ആഭിമുഖ്യം പുലർത്തുന്ന മുസ്ലിം സംഘടനകൾ പോലും ഈ റാലിയിൽ പങ്കെടുക്കും എന്നല്ലേ അറിയിച്ചിട്ടുള്ളത്? തീർച്ചയായും UDF അങ്ങേയറ്റം ആശയക്കുഴപ്പത്തിലാക്കുന്ന ഒരു നീക്കം തന്നെയാണ് CPM-ന്റെ ഭാഗത്തു നിന്നും വളരെ പെട്ടെന്ന് ഉണ്ടായിരിക്കുന്നത്. കാരണം നേരത്തെ വിവിധ തരത്തിലുള്ള മുസ്ലിം വിഷയങ്ങളിൽ ഊന്നിയുള്ള പ്രചാരണ പരിപാടികളുമായി CPM മുന്നോട്ട് പോയപ്പോൾ അതിന് പിന്നാലെ പോകേണ്ട ഒരു അവസ്ഥ കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഒപ്പം ലീഗിൽ പോലും ചില ആശയക്കുഴപ്പങ്ങൾ ഇത്തരത്തിൽ ഈ പരിപാടിയിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന രീതിയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഇവിടെയാണ് ഈ സമസ്തയുടെയും കാന്തപുരത്തിൻ്റെയും ഒക്കെ പ്രതിനിധിയെ ഇന്നത്തെ ഈ റാലിയിലേക്ക് അയക്കുമെന്ന് അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. നേരത്തെ തന്നെ ഇത്തരമൊരു ആക്ഷേപം
ഉണ്ട്. ഈ ന്യൂനപക്ഷ വിഷയങ്ങളിൽ നിലപാട് സ്വീകരിക്കുന്നതിന് കോൺഗ്രസിനൊരു മെല്ലപ്പെ പോക്കുണ്ട്. പക്ഷേ CPM വളരെ പെട്ടെന്ന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ മുന്നോട്ട് വരുന്നുമുണ്ട് എന്ന ഒരു വിലയിരുത്തലുണ്ടായിരുന്നു. എന്തായാലും ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ടുകൾ ഈ ന്യൂനപക്ഷ മേഖലകളിൽ, പ്രത്യേകിച്ചും മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ നിന്ന് CPM പ്രതീക്ഷിക്കുന്നുണ്ട്. കോഴിക്കോട് മണ്ഡലത്തിലടക്കം ഇതിൻ്റെ വലിയ മാറ്റം വരുമെന്നൊരു കണക്കൂട്ടലുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ പൗരത്വ ഭേദഗതി വിഷയത്തിൽ ചൊല്ലി വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുന്നത്. നേരത്തെ തന്നെ ഈ നിയമം നടപ്പിലാക്കാൻ ഉള്ള ഉത്തരവിറങ്ങിയ ശേഷം കോഴിക്കോട്ടും കണ്ണൂരും കാസർഗോഡും ഒക്കെ വലിയ നൈറ്റ് മാർച്ചുകൾ CPM നടത്തിയിരുന്നു. ഈ നൈറ്റ് മാർച്ചുകളിൽ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളൊക്കെ പങ്കെടുത്ത്, അല്ലെങ്കിൽ CPMൻ്റെ പ്രധാന നേതാക്കളെല്ലാം പങ്കെടുത്താണ് വലിയ ബഹുജന പങ്കാളിത്തത്തോടെയാണ് ഇത്തരം മാർച്ചുകൾ സംഘടിപ്പിക്കുകയും ചെയ്തത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ 5 ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ റാലി, ആയിരക്കണക്കിന് ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള റാലിയുമായി CPM ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ശരി അനീഷ്, ഇത് വളരെ നിർണായകമാണ്. CPMനെ ഈ തെരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തുവാനുള്ള പരമാവധിയാണ് CPM പൗരത്വ നിയമ ഭേദഗതിയെ സമീപിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ബഹുജന റാലി നടത്തുവാൻ നേരത്തെ തന്നെ തീരുമാനിച്ചതും. ഇതിൽ ആദ്യത്തെ റാലിയാണ് ഇന്ന് കോഴിക്കോട് നടത്താൻ പോകുന്നത്. ഇങ്ങനെയൊരു ബഹുജന റാലി CPM നടത്തുന്നതിൽ പ്രതിഷേധിച്ച് ഇപ്പോൾ കോൺഗ്രസ് രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് മുതലക്കണ്ണീറാണ് CPMൻ്റേതെന്നാണ് രമേശ് ചെന്നിത്തല ഇന്ന് പറഞ്ഞത്. ഇക്കാര്യത്തിൽ ആത്മാർത്ഥത തീരെയില്ലാത്ത ഒരു പാർട്ടിയാണ് CPM. ന്യൂനപക്ഷങ്ങളുടെ വോട്ട് തട്ടുന്നതിനുള്ള ഒരു മാർഗമാണ് ഇന്ന് കോഴിക്കോട് നടത്താൻ പോകുന്ന ബഹുജന റാലിയും തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാനത്തിന്റെ മറ്റിടങ്ങളിൽ നടത്താൻ പോകുന്ന റാലിയുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി ഗവൺമെന്റ് കോടതിയിൽ പോകുമെന്ന് ഇവർ ആരോടാണ് പറയുന്നത്? ഗവൺമെന്റ് അതിന്റെ അധികാരം പോകാൻ ഭരണഘടന അനുസരിച്ച് കേന്ദ്രം പാസ്സാക്കുന്ന നിയമത്തിനെതിരെ സംസ്ഥാനത്തിന് സുപ്രീം കോടതിയിൽ പോകാൻ നിയമപരമായി എങ്ങനെ കഴിയും? ആരാണ് ഇവർക്ക് ഈ നിയമോപദേശം കൊടുത്തത്? ഫെഡറൽ സംവിധാനത്തിൽ അങ്ങനെ കഴിയുമോ? പിണറായി വിജയൻ വേണേ പോകാം. നേരത്തെ ഏകീകൃത സിവിൽ കോഡ് വിഷയത്തിനെതിരെ LDF സമാനമായ രീതിയിലുള്ള കൂട്ടായ്മ സംഘടിപ്പിച്ചപ്പോൾ ഉണ്ടായതുപോലെയുള്ള ആശയക്കുഴപ്പമാണ് ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതിക്കെതിരായ CPMന്റെ ബഹുജന റാലിയിലും ഉണ്ടായിരിക്കുന്നത്. അതാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. കോഴിക്കോട് നിന്നുള്ള മറ്റൊരു വാർത്തയാണ്. കോഴിക്കോട് NITയിൽ വീണ്ടും വിദ്യാർത്ഥികളുടെ സമരം. നൈറ്റ് കർഫ്യൂവിൽ പ്രതിഷേധിച്ചാണ് വീണ്ടും വിദ്യാർത്ഥികൾ NITയിൽ പ്രതിഷേധിക്കുന്നത്. കലാലയത്തിന്റെ കവാടം വിദ്യാർത്ഥികൾ ഉപരോധിച്ചു, ജീവനക്കാരെ തടഞ്ഞു. രാത്രി 12 മണിക്ക് ശേഷം ഹോസ്റ്റലിൽ പ്രവേശനമില്ല, അതിനു മുൻപ് എല്ലാവരും ഹോസ്റ്റലിൽ കയറണം എന്നുള്ള നിർദ്ദേശമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിലുള്ള പ്രതിഷേധം കൂടിയാണ് ഇത്. അതായത് നൈറ്റ് കർഫ്യൂവിനെതിരെയുള്ള പ്രതിഷേധമാണ് NIT ക്യാമ്പസിൽ നടക്കുന്നത്. MS അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിലേക്ക്. 2022 ഉത്തരവിറങ്ങിയെങ്കിലും വിദ്യാർത്ഥി പ്രതിഷേധത്തെ തുടർന്ന് മാറ്റിവെച്ച കർഫ്യൂ ആണ് കഴിഞ്ഞ 20-ാം തീയതി മുതൽ വീണ്ടും NIT ക്യാമ്പസിൽ പുനരാരംഭിച്ചിരിക്കുന്നത്. ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്നും ഉയരുന്നത്. ഇത് ചൂണ്ടിക്കാട്ടി, ഇത്തരത്തിലെ കർഫ്യൂ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾക്ക് ഡീൻ മെയിൽ അയച്ചെങ്കിലും മെയിലിൽ എന്താണ് ഈ കർഫ്യൂ ഏർപ്പെടുത്താനുള്ള കാരണമെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ഒപ്പം വിദ്യാർത്ഥി യൂണിയനുകളുമായി ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ചകൾ നടത്താതെയാണ് കർഫ്യൂ നടപ്പിലാക്കുന്നതെന്നും വിദ്യാർത്ഥികൾ ആരോപിക്കുന്നു. വിദ്യാർത്ഥികൾ ബഹുഭൂരിപക്ഷം പേരും പ്രതിഷേധവുമായി കോളേജ് കവാടത്തിലേക്ക് എത്തുകയും ചെയ്തു. ഒപ്പം വിദ്യാർത്ഥി യൂണിയനുകളുടെ ഇമെയിൽ ID ബ്ലോക്ക് ചെയ്തും പ്രതിഷേധത്തിന്റെ വ്യാപ്തി കൂട്ടുകയും ചെയ്തിരുന്നു. എന്തായാലും അടുത്തിടെ പല വിഷയങ്ങളെ ചൊല്ലി NIT ക്യാമ്പസിൽ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉടലെടുത്തിരുന്നു. ഒന്ന്, ഈ ക്യാമ്പസിൽ ഒരു ഇന്ത്യയുടെ ചിത്രം, ഇന്ത്യയുടെ ഭൂപടം വികൃതമായി ചിത്രീകരിച്ചുവെന്ന് ആരോപിച്ച് പ്രതിഷേധിച്ച വിദ്യാർത്ഥിയെ കോളേജിൽ നിന്നും പുറത്താക്കിയിരുന്നു. ഇതേ തുടർന്ന് വലിയ വിദ്യാർത്ഥി പ്രതിഷേധം ഉയരുകയും വിദ്യാർത്ഥിയെ തിരിച്ചെടുക്കുകയും ചെയ്തു. പിന്നീടാണ് ഗാന്ധി ഘാതകനായ ഗോഡ്സെയെ പുകഴ്ത്തി എന്നാരോപിച്ച് ഒരു അധ്യാപികയ്ക്കെതിരെയും വലിയ പ്രക്ഷോഭം ഉയരുകയും അധ്യാപികയ്ക്കെതിരെ കേസെടുക്കുകയും ഒക്കെ ചെയ്തു. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമാണ് കോളേജിൽ പലയിടങ്ങളിലും ഉണ്ടായത്. പുറത്തുനിന്നുള്ള ആളുകൾ കോളേജിന് മുൻവശത്തും വിദ്യാർത്ഥികൾ കോളേജിന് ഉള്ളിലും പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. എന്തായാലും അതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ ഈ നൈറ്റ് കർഫ്യൂ നടപ്പിലാക്കിയിരിക്കുന്നത്. ഈ പുതിയ നൈറ്റ് കർഫ്യൂ തീരുമാനം അനുസരിച്ച് 11 മണിക്ക് ശേഷം ആർക്കും ക്യാമ്പസിനുള്ളിലേക്ക് പോകുന്നതിനോ ക്യാമ്പസിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് പുറത്തേക്ക് വരുന്നതിനോ കഴിയില്ല. എന്തായാലും പ്രതിഷേധം, ഈ തീരുമാനം പിൻവലിക്കും വരെ ശക്തമായി തുടരാനാണ് വിദ്യാർത്ഥി സംഘടനകളുടെ തീരുമാനം. കോഴിക്കോട് NITയിലാണ് വിദ്യാർത്ഥികൾ നൈറ്റ് കർഫ്യൂവിനെതിരെ പ്രതിഷേധിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്. നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്ത കേസിൽ മുൻ സർക്കാർ അഭിഭാഷകനായ PG മനുവിന് ജാമ്യം കിട്ടി. ഹൈക്കോടതിയാണ് മനുവിന് ജാമ്യം നൽകിയത്. 2 ലക്ഷം രൂപ ബോണ്ടും തത്തുല്യ ആൾ ജാമ്യവും ഉൾപ്പെടെയാണ് ഇങ്ങനെയൊരു ജാമ്യം അനുവദിച്ചത്. ആ റിപ്പോർട്ടിൽ. ലൈംഗിക അതിക്രമ കേസിലെ അതിജീവിതയെ ബലാത്സംഗം ചെയ്ത കേസിലാണ് സർക്കാർ മുൻ പ്ലീഡർ
PG മനുവിനെ ഇപ്പോൾ ഹൈക്കോടതി ഉപാധികളോട് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപ ജാമ്യത്തുകയും 2 ആൾക്കാരുടെ ജാമ്യവും ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാ ശനിയാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപേ ഹാജരാകണം, ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കാൻ പാടില്ല തുടങ്ങിയ ഉപാധികളോടെയാണ് ഹൈക്കോടതി PG മനുവിന് ഇപ്പോൾ ജാമ്യം നൽകിയിരിക്കുന്നത്. 2018 ലൈംഗിക അതിക്രമ കേസിലെ അതിജീവത ഈ കേസിൽ നടപടിയാകാത്തതിനെ തുടർന്ന് പോലീസിനെ സമീപിക്കുകയും പോലീസ് നിർദ്ദേശപ്രകാരമാണ് സർക്കാർ മുൻ പ്ലീഡർ PG മനുവിനെ ഈ കേസുമായി സമീപിച്ചത്. ഇതേ തുടർന്ന് കഴിഞ്ഞ വർഷം കടവന്ത്രയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ച് തന്നെ ബലാത്സംഗം ചെയ്തുവെന്നാണ് അതിജീവിതയുടെ പരാതി. ഇതേ തുടർന്ന് അതിജീവിതയുടെ നഗ്നചിത്രങ്ങൾ PG മനു എടുക്കുകയും അത് വെച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നും പരാതിയിലുണ്ട്. ഇതേ തുടർന്ന് ഈ ജാമ്യാപേക്ഷ 2 തവണ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ജാമ്യാപേക്ഷ തള്ളിയിരുന്നു. ഇപ്പോഴാണ് ഹൈക്കോടതി ഈ കേസിൽ ഉപാധികളോടെ PG മനുവിന് ജാമ്യം അനുവദിക്കുന്നത്. കനത്ത ചൂടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുക്കുകയാണ് സംസ്ഥാനത്ത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളാണ്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. UDF LDFും പ്രചാരണം കൊഴുപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് 4 സീറ്റുകളിൽ BJP ഇതുവരെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാത്തത് എന്ന ചോദ്യം ഉയർന്നിരുന്നു. എന്നാൽ നാളെ വൈകിട്ടോടുകൂടി 4 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് K. സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞത്. അതേപോലെ തന്നെ ഇടുക്കി ദേവികുളം മുൻ MLA ആയ രാജേന്ദ്രനുമായി 4 തവണയിൽ ഏറെ സംസാരിച്ചിട്ടുണ്ടെന്നും K. സുരേന്ദ്രൻ വെളിപ്പെടുത്തുകയുണ്ടായി. പലരുമായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. ഇടുക്കിയിലെ മുൻ MLA രാജേന്ദ്രനും ഞാനും തമ്മിൽ ഒരു 4 തവണയെങ്കിലും സംസാരിച്ചു. രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിക്കില്ലേ? മുൻ MLAക്ക് എന്താണെന്ന് ഇത്ര വലിയ, അതിനേക്കാൾ മുൻ മുഖ്യമന്ത്രിമാർ വരുന്നു, പിന്നെയാണ് മുൻ MLA. കോൺഗ്രസിന്റെ കയ്യിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണമില്ല എന്ന് ഇന്നലെയാണ് AICCയുടെ മുതിർന്ന നേതാക്കൾ പറഞ്ഞത്. മല്ലികാർജ്ജുൻ ഖർഗെയും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സംയുക്തമായി വാർത്താ സമ്മേളനം നടത്തിയാണ് കയ്യിൽ പണമില്ല, അക്കൗണ്ടുകൾ മരവിപ്പിച്ചതാണ് ഇതിന് കാരണമെന്നും ഇതിന് കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു കോൺഗ്രസ് നേതാക്കൾ. ഇന്ന് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥിയായ ശശി തരൂരും ഇക്കാര്യം പറഞ്ഞു. പ്രചാരണത്തിന് വേണ്ടി പണം കുറവാണ്, അക്കൗണ്ടുകളിൽ പണം മരവിപ്പിച്ചതാണ് ഇതിനുള്ള കാരണം, ഇത് മനഃപൂർവ്വം കേന്ദ്ര സർക്കാർ ചെയ്തതാണ് എന്നും ശശി തരൂർ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളുടെ ലംഘനമാണ് നടന്നിട്ടുള്ളതെന്നാണ് തരൂരിന്റെ ആക്ഷേപം. നമ്മൾ എന്തിനാണ് 10-35 വർഷമായിട്ട് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് പ്രഖ്യാപിച്ചത്? അപ്പോൾ ആ നിയമം, ആ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് എന്താ IT ഡിപ്പാർട്ട്മെന്റും ED ഡിപ്പാർട്ട്മെന്റും ബന്ധപ്പെടില്ലേ? അവർ ഇത്ര കാലം അന്വേഷണം നടത്തുകൊണ്ടിരുന്നു. കോൺഗ്രസ് പാർട്ടി ടാക്സ് ഡിമാൻഡ്സ് 30 വർഷം പഴയെന്നാണ് അവർ അന്വേഷിക്കുന്നത്. അവർ ഇതുവരെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ അവർ അന്വേഷണത്തിൽ എന്താ ഇത്ര പെട്ടെന്നൊരു ഏജൻസി? 2 മാസം കൂടി കാത്തിരുന്നിട്ട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം അവരാവശ്യമുള്ള നിലപാടെടുത്തൂടെ? എറണാകുളത്ത് പ്രചാരണം കൊഴുക്കുകയാണ്. ഹൈബി ഈഡൻ മണ്ഡലം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നത്. ആ സമയത്താണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി ഒരു പുതുമുഖം KJ ഷൈൻ എത്തിയത്. 2 പേരും പ്രചാരണത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഹൈബി ഈഡന് ചിരപരിചയമാണ് ഈ മണ്ഡലം, അതുകൊണ്ട് തന്നെ ഇത്തവണയും വിജയം ഉറപ്പാണെന്നാണ് ഹൈബി പറയുന്നത്. ഹൈബി ന്യൂസ് 18നുമായി സംസാരിച്ചു. തെരഞ്ഞെടുപ്പിന്റെ വലിയ ചൂടിലേക്ക് എല്ലാ മണ്ഡലങ്ങളും മാറുന്നു. നമുക്കും എറണാകുളം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MPയുമായ ഹൈബി ഈഡനാണ് നമുക്കൊപ്പം ഉള്ളത്. ഹൈബി, എന്താണ് തെരഞ്ഞെടുപ്പ് ചൂട്, അതിന്റെ ഒപ്പം തന്നെ വലിയ ചൂടിലേക്ക് സാഹചര്യങ്ങളെല്ലാം മാറുന്നു? അതെ, കാലാവസ്ഥ വലിയ ഉഷ്ണം നേരിടുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് പ്രധാന എതിരാളി കാലാവസ്ഥ തന്നെയാണ്. കാരണം കാലാവസ്ഥയാണ് ആദ്യം ഫൈറ്റ് ചെയ്യേണ്ടത്. കാരണം ഓരോ ദിവസം തോറും ഒരു 12 മണി സമയം, 1 മണി 2 മണി എന്നൊക്കെ പറയുന്നത് നമ്മൾ ക്യാമ്പയിൻ ഒരു മണ്ഡലത്തിലെ ഏറ്റവും പീക്കായി നിൽക്കുന്ന വ്യക്തികളെ കാണുന്നതാണെങ്കിൽ പോലും അത് വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു സമയമാണ്. ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ വന്ന സ്ഥലം എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഈ സംസ്ഥാനത്ത് നടക്കുന്ന ഏറ്റവും വലിയ പദ്ധതികളിൽ ഒന്നാണ് ഈ കൊച്ചി ഫിഷറീസ് ഹാർബറിന്റെ നവീകരണം. എത്രയോ വർഷങ്ങളായി ഇവിടുത്തെ ആളുകൾ, ബോട്ടുടമകൾ, മറ്റാളുകൾ ആഗ്രഹിക്കുന്നൊരു പദ്ധതിയാണ്. ആ പദ്ധതിക്കാണ് അല്പം വൈകിയാണെങ്കിലും അല്പം ഇഴഞ്ഞു നീങ്ങിയതാണെങ്കിലും ഇന്ന് പൂർണ്ണ തോതിൽ അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് 10,000 കണക്കിന് വരുന്ന ആളുകളുടെ ജീവനും ജീവനോപാധിയും ഇത് സംബന്ധിച്ച്
നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന പദ്ധതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. വലിയ ഇടപെടൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ ഇടപെടൽ നടത്താൻ കഴിഞ്ഞു. പാർലമെന്റിൽ നിരവധി തവണ അത് ഉന്നയിച്ചു. അത് യാഥാർത്ഥ്യമായി. അത് തടസ്സപ്പെട്ടു. അതിലും ഇടപെട്ടു. മന്ത്രിമാരടക്കം പോർട്ട്, ഷിപ്പിംഗ് മിനിസ്റ്റർ, ഫിഷറീസ് മിനിസ്റ്റർ എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇത് കൊണ്ടുവന്നു. നിരന്തരമായ ഇടപെടൽ ഇത് സംബന്ധിച്ചുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും പോർട്ടും അതിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും കരാറുകാരന് വീണ്ടും വാർണിംഗ് കൊടുത്തിട്ട് വീണ്ടും ഇത് ആരംഭിച്ചത്. ഇത് ഇവിടുത്തെ പശ്ചിമ കൊച്ചിയിലെ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ഇവിടുത്തെ ആളുകൾ മാത്രമല്ല, ഇതര സംസ്ഥാനങ്ങളിലെയും ഇതര ജില്ലകളിലെയും ആളുകളും ഇതിലുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇത് തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇടപെട്ട ആളെന്നുള്ള രീതിയിൽ അത് ഗുണം ചെയ്യും ഈ പദ്ധതി കൊണ്ടുവന്നതിൽ നിന്ന് ഞാൻ കരുതുകയാണ്. എങ്ങനെയാണ് ടൈം ഷെഡ്യൂൾ ചെയ്യുന്നത്? രാവിലെ എത്ര മണി മുതൽ രാവിലെ സാധാരണ ഹാർബറിലൊക്കെ വരുമ്പോൾ ഒരു 5 മണി സമയത്താണ്. ഇപ്പോൾ മുനമ്പം ഹാർബറിലും കാളമുക്ക് ഹാർബറിലും ഒക്കെ 5 മണിക്ക് തന്നെ നമ്മൾ തുടങ്ങി. ഇവിടെ ഒരല്പം വൈകിയാണ്, കാരണം നോമ്പ് കാലമാണ്, വെള്ളിയാഴ്ചയാണ്. അതിൻ്റെതായ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. പക്ഷെ മുഴുവൻ ആളുകളും സഹപ്രവർത്തകരും ഞങ്ങളോടൊപ്പം ഇതിലുണ്ട്. ഇന്ന് ഈ മേഖലയിലാണ്, ഞാൻ ജനിച്ച സ്ഥലമാണ് തോപ്പുംപടി. അപ്പോൾ ഇവിടുത്തെ എല്ലാ വീടുകളെയും വ്യക്തിപരമായി അറിയാവുന്ന ഒരാളെന്നുള്ള രീതിയിൽ കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടുന്ന് വിജയിക്കാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്താണ് ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ശുഭപ്രതീക്ഷ നൽകുന്നത്? എന്താണ് കൂടുതൽ സാഹചര്യം? ഒന്ന് രാഷ്ട്രീയം തന്നെയാണ്. സാധാരണക്കാരായ ജനങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ, ക്ഷേമ പെൻഷൻ ലഭിക്കാത്തത് തുടങ്ങി മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് വരെയുള്ള നീണ്ടുകിടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അസ്വസ്ഥരാണ്. അത് സംസ്ഥാനത്ത് അരങ്ങേറുന്ന കൊലപാതകങ്ങളാണെങ്കിലും മരണങ്ങളാണെങ്കിലുമെല്ലാം ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. എറണാകുളത്ത് സെബാസ്റ്റ്യൻ പോളിന് ശേഷം വിജയം കൈവരിക്കാൻ LDF-ന് കഴിഞ്ഞിട്ടില്ല. പല തന്ത്രങ്ങളും LDF പയറ്റിയിട്ടും അതൊന്നും വിജയം കണ്ടിട്ടില്ല. പക്ഷേ ഇത്തവണ KJ ഷൈൻ എന്ന ഒരു പുതുമുഖത്തെ പരീക്ഷിക്കുകയാണ് LDF എറണാകുളത്ത് ഹൈബി ഈഡനെതിരെ. KJ ഷൈനും ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. ന്യൂസ് 18 കേരളവുമായി ഷൈൻ സംസാരിച്ചു. വാശിയേറിയൊരു പ്രചാരണ ചൂട്ടിലേക്ക് എറണാകുളം മണ്ഡലം മാറിയിരിക്കുന്നു. നമുക്കൊപ്പം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ KJ ഷൈൻ ടീച്ചറുണ്ട്. ടീച്ചർ, എത്രത്തോളം പുരോഗതിയിലേക്ക് വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ? ഗുഡ് മോർണിംഗ്. നല്ല രീതിയിലുള്ള ഒരു പ്രചാരണം. ഒരു 3 ആഴ്ചക്കാലമായി പ്രചാരണം തുടങ്ങിയിട്ട് 27-ന് ഔദ്യോഗികമായി LDF ഡിക്ലറേഷന് ശേഷം വളരെ ഉഷാറായി പ്രവർത്തനം പുരോഗമിക്കുന്നു. അതിലൊരു ദിവസം പോലും, ഒരു മണിക്കൂർ പോലും വെറുതെ കളയാതെയുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. LDF തന്നെ വളരെ കൃത്യമായി എവിടേക്ക് പോകണം, ഓരോ ദിവസവും ടൈം ഷെഡ്യൂൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. നല്ല രീതിയിൽ പോകുന്നു. ജനങ്ങളുടെ ഒരു പ്രതികരണം ആ രീതിയിൽ നമ്മൾ ജയിക്കും, ഇടതുപക്ഷം ജയിക്കും, ടീച്ചർ ജയിക്കും എന്നുള്ളൊരു പ്രതികരണമാണ് എല്ലായിടത്തുനിന്നും കിട്ടുന്നത്. പലപ്പോഴും ഈ വിലയിരുത്തുമ്പോഴേക്കും പറയുന്നത് പറവൂർ ആ മേഖലകളെല്ലാം ടീച്ചർ വളരെ സുപരിചിതയാണ്. വരാപ്പുഴ പാലത്തിന് ഇപ്പുറത്തേക്ക് കുറച്ചുകൂടി ബാലികേറാമലയായിരിക്കും എന്ന രീതിയിലൊരു വിമർശനങ്ങളൊക്കെ വരുന്നുണ്ട്. ടീച്ചർ എങ്ങനെയാണ് കാണുന്നത്? എല്ലാവരും ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം അറിയപ്പെടുന്നവരായിട്ടാണ് വളർന്നു വലുതാകുന്നത്. ആരാണെങ്കിലും, ഇപ്പോൾ ഈവൺ ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണെങ്കിലും MP ആയി ജനങ്ങൾ അംഗീകരിച്ചതിന് ശേഷമാണ് അറിയുന്നത്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെ. അതുപോലെ തന്നെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ ഒരു പ്രദേശത്തായിരിക്കും അത് ആരംഭിക്കുക. അത് സ്വാഭാവികമായും പ്രവർത്തനത്തിന്റെ ഭാഗമായി, വളർച്ചയുടെ ഭാഗമായി, ജനങ്ങൾ തരുന്ന അംഗീകാരത്തിന്റെ ഭാഗമായി നമ്മൾ അറിയപ്പെടും. അല്ലാതെ ആരും ജനിക്കുമ്പോൾ തന്നെ ആരും അറിയപ്പെടുന്നവരല്ല. ആദ്യം ഇപ്പോൾ ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തേണ്ടി വരും. ഞാൻ ഷൈൻ ടീച്ചറാണ്, ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ്, ചിട്ടികരിവാള നക്ഷത്ര അടയാളത്തിൽ വോട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ പരിചയപ്പെടും. അപ്പൊ അവരിങ്ങനെ, ഓ ഇതാണല്ലേ ഷൈൻ ടീച്ചർ. ഇപ്പോ ആ ഒരു മാറി, ആ ഒരു അനുഭവം മാറി. ഇപ്പൊ നിങ്ങൾ ആദ്യം മാധ്യമപ്രവർത്തകരെ സൂചിപ്പിച്ചൊരവസ്ഥയല്ല. ഇപ്പോ ഷൈൻ ടീച്ചർ എന്നുള്ള കാൻഡിഡേറ്റിനെ ഈ എറണാകുളം മണ്ഡലത്തിൽ ഏതാണ്ട് എല്ലാവരും അറിയുന്ന ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. ഇനി ഉൾപ്രദേശം, ചിലപ്പോൾ ഉള്ള ഏരിയയിലുള്ളവർക്കൊക്കെ അപരിചിതമാവാം. അതും ആ അപരിചിതത്വം കൂടുതൽ കിട്ടിയത് ഒരു അനുഗ്രഹമാണ്. അപ്പൊ എല്ലാ ജനവിഭാഗം ആളുകളുടെ ഇടയിലേക്കും പരമാവധി എത്താനുള്ള പറ്റുന്നുണ്ട്. എങ്ങനെയാണ് മണ്ഡലത്തിന്റെ ഒരു പൊതുവികസനം കാര്യങ്ങൾ ഈ വർഷം എങ്ങനെ വിലയിരുത്തുന്നത്? നമുക്കിപ്പോ നവകേരള സദസ്സുകളിലൂടെ ധാരാളം നിർദ്ദേശങ്ങൾ ഗവൺമെന്റ് തലത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഈ മണ്ഡലത്തിനകത്ത് നിന്നും പ്രത്യേകിച്ച് ഒരു മെട്രോ സിറ്റി എന്നുള്ളതിലേക്ക്, കേരളത്തിലെ ഏറ്റവും കുതിപ്പാർന്ന രീതിയിൽ വികസിക്കുന്ന ഒരു മണ്ഡലം എന്നുള്ളതിലേക്ക് വ്യവസായ മേഖലയും ഹൈടെക് സിറ്റിയും അതുപോലെ പരമ്പരാഗത വ്യവസായ മേഖലയും
സ്ത്രീകൾ ധാരാളം തൊഴിൽ മേഖലയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. അപ്പോൾ അത് ഏറ്റവും കുറഞ്ഞ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികൾ മുതൽ ഉയർന്ന ശമ്പളം വാങ്ങുന്നവരൊക്കെ ഉള്ള തൊഴിൽ മേഖലയുടെ ഒരു വികസനം, അതുപോലെ തന്നെ ടൂറിസത്തിന് ധാരാളം സാധ്യതയുള്ള മേഖല. എനിക്ക് തോന്നുന്നു ഈ മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത സർവ്വതല സ്പർശിയായ ഒരു വികസനത്തിന് സാധ്യതയുള്ളൊരു മണ്ഡലമാണ്. അപ്പോൾ ആ രീതിയിലൊക്കെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ചിട്ടപ്പെടുത്തും. കോർപ്പറേഷന്റെ നല്ല രീതിയിലുള്ള ഒരു മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ മണ്ഡലത്തിൽ ആലപ്പുഴയിൽ തീപ്പൊരി പ്രചാരണമാണ് ശോഭാ സുരേന്ദ്രൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വീണ്ടും വന്ന KC വേണുഗോപാലിനെതിരെ ഗുരുതരമായ ആരോപണം ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുകയാണ്. KC വേണുഗോപാൽ അരവിന്ദ് കേജ്രിവാളിനെ പോലെയാണെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ഇതിന് ബലം നൽകുന്നതിന് വേണ്ടിയുള്ള ചില ആരോപണങ്ങളും KC വേണുഗോപാലിനെതിരെ ശോഭാ സുരേന്ദ്രൻ ഉന്നയിക്കുകയാണ്. കരിമണൽ ഖനനത്തെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് താൻ നൽകിയിട്ടുണ്ടെന്നും KC വേണുഗോപാലിനെ അറസ്റ്റ് ചെയ്യാൻ പോലും സാധ്യതയുണ്ടെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പറയുന്നത്. ശോഭയുടെ വാക്കുകളിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജ്യത്തുടനീളം വ്യാപക പ്രതിഷേധം നടക്കുകയാണ്. അതിനിടയിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ തന്റെ പര്യടന പരിപാടികളുമായി രാവിലെ തന്നെ തിരക്കിലാണ്. നമുക്കറിയാം BJPയുടെ ഒരു പ്രധാന നേതാവ് കൂടിയാണ്. ഈ അറസ്റ്റിനെ എങ്ങനെയാണ് നോക്കുന്നത്? വലിയ വിമർശനങ്ങൾ വരുന്നുണ്ടല്ലോ. അല്ല, ശ്രീമാൻ അരവിന്ദ് കെജ്രിവാൾ നമ്മളെയൊക്കെ ബോധ്യപ്പെടുത്തിയത് എന്താണ്? ഡൽഹി ഞങ്ങൾ സുതാര്യമായിട്ട് ഭരിക്കുന്നു, ഞങ്ങൾ ആരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങുന്നില്ല, ഞങ്ങൾ പണക്കാരുടെ ആളുകളല്ല, ഞങ്ങൾ സാധാരണക്കാരുടെ ആളുകളാണ് എന്ന് പറയുകയും നമുക്ക് ഫെഡറൽ സംവിധാനം പോലും വേണ്ട എന്ന് പറയുകയും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സംവിധാനങ്ങളൊന്നും വേണ്ട എന്ന് പറയുകയും ചെയ്ത ഒരാളായിരുന്നു. പക്ഷെ പിന്നീടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ കൂടെയുള്ള പല മന്ത്രിമാരും അദ്ദേഹവുമായി രഹസ്യമായി ചേർന്ന് നിന്നുകൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ തീവട്ടി കൊള്ള നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. അപ്പൊ തീർച്ചയായിട്ടും അത്തരം ഒരു സാഹചര്യത്തിലൂടെ അത് മുഖ്യമന്ത്രിയല്ല, ഏതൊരു കേന്ദ്രമന്ത്രി ആവട്ടെ, ഏത് രാഷ്ട്രീയ നേതാവായിട്ട് ആവട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കൊടുക്കണം എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. ഇനി ഒരു ചെറിയ കെജ്രിവാൾ കൂടി ആലപ്പുഴയിൽ നിന്ന് അകത്ത് പോകാനുണ്ട്. എന്തായാലും ഘട്ടം ഘട്ടമായി അദ്ദേഹത്തിന്റെ രേഖകൾ അതെല്ലാം തന്നെ സമാഹരിച്ചുകൊണ്ട് ദേശീയ ഏജൻസിക്ക് കൈമാറിയിട്ടുണ്ട്. ഒരുപക്ഷെ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ശ്രീമാൻ KCക്കും മറ്റൊരു കെജ്രിവാൾ ആകേണ്ടി വരും എന്നുള്ള ആ ഒരു സത്യം കൂടി ഞാൻ മാധ്യമപ്രവർത്തകരുടെ മുന്നിൽ പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന്റെ മുന്നിൽ നിൽക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, തെറ്റ് ചെയ്തവരെ മാത്രമേ ഇന്ത്യൻ ജനാധിപത്യം ശിക്ഷിക്കുന്നുള്ളൂ. തെറ്റ് ചെയ്യാത്തവരെ ഏതെങ്കിലും ഒരു ഭരണകൂടം ശിക്ഷിച്ചാൽ ആ ഭരണകൂടത്തിനെതിരായിട്ട് പ്രതികരിക്കാൻ ശക്തി ഇവിടുത്തെ ജനങ്ങൾക്കുണ്ടാകും. എന്തുകൊണ്ട് ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയെ സ്വീകരിച്ചു? എന്തുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദിയെ സ്വീകരിച്ചു? നരേന്ദ്രമോദി എടുക്കുന്ന തീരുമാനങ്ങളെ എന്തുകൊണ്ടാണ് അംഗീകരിക്കുന്നത്? അപ്പൊ അതിനർത്ഥം കെജ്രിവാൾ പറഞ്ഞ കാര്യങ്ങളല്ല പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിഴല് പോലും സത്യമായിരിക്കണം എന്ന് പറയുന്ന ഒരു ഭരണം നടക്കുമ്പോൾ എല്ലാവരുടെ പിറകിലും മനസ്സിലാക്കാനും നോക്കാനും പരിശോധിക്കാനും ഒക്കെ ആളുകളുണ്ട്. ഇവിടത്തെ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനകത്തേക്ക് വരെ അന്വേഷണം എത്തി വന്ന് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആലപ്പുഴയിലുള്ള കോടിക്കണക്കിന് രൂപ പൈസ സ്വന്തമായി കയ്യിലുള്ള KC വേണുഗോപാല്, കരിമണൽ കർത്ത, പിണറായി വിജയന്റെ മകൾ വീണ, പിണറായി വിജയന്റെ മകൻ വിവേക്, എല്ലാവരും ചേർന്നുകൊണ്ടുള്ള ഒരു തീവട്ടി കൊള്ള, അത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ വ്യക്തികളോടും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങൾ അത് കോൺഗ്രസിന്റെ കൂടെ സമ്മതത്തോടെ അല്ലെങ്കിൽ അവരുടെ അറിവോടുകൂടി ഒരു കൂട്ടായ പ്രവർത്തനമാണ് സർക്കാരുമായി ഉള്ളതെന്നാണോ? മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കരിമണൽ കർത്തയുടെ കൂടെയാണ്. അതിനവർക്ക് നോക്കുകൂലി മാത്രമല്ല കിട്ടിയിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തുള്ള ഏറ്റവും നല്ല കരിമണലിനോടൊപ്പം വേറൊരു രാജ്യത്ത് നിന്ന്, ആഫ്രിക്കയിൽ നിന്ന് കരിമണൽ കൊച്ചി പോർട്ട് വഴി കരിമണൽ കർത്ത ഇറക്കുന്നില്ലേ എന്ന് എന്റെ മാധ്യമ സുഹൃത്തുക്കൾ പരിശോധിക്കുക. ആ ഇറക്കുന്ന മണലിനെയും മിക്സ് ചെയ്തുകൊണ്ട് ലോക നിലവാരത്തിലേക്ക് കയറ്റുമതി ചെയ്തയക്കുമ്പോൾ ദുബായിൽ വെച്ചുകൊണ്ട് എന്തിനാണ് പിണറായി വിജയന്റെ കുടുംബവുമായിട്ട് സെറ്റിൽമെന്റ് ചർച്ച നടത്തുന്നത്? അതിനെന്തിനാണ് കരിമണൽ കർത്ത മുന്നോട്ട് പോകുന്നത്? ഇത് വെറും നമ്മൾ കാണുന്ന കണക്ക് പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു വരി മാത്രമല്ല. കാരണം ഇത് ആയിരക്കണക്കിന് 10,000 കോടി രൂപ ആലപ്പുഴക്കാരെ കവർന്നെടുത്തതിന്റെ ചരിത്രമാണ്. എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റ് പാർട്ടി ഇവിടുത്തെ തൊഴിലാളികളുടെ കൂടെ നിൽക്കാത്തത് ഈ വിഷയത്തിൽ? ഇവിടെ തീരശോഷണമില്ലേ? ഇവിടെ വീടുകൾ നഷ്ടപ്പെട്ടില്ലേ? ഇവിടെ കരിമണൽ കർത്തയോട് പറയണ്ടേ? ഇവിടെ നിങ്ങൾ ഇങ്ങനെ ഒരു സംവിധാനം ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് നിർത്തിയല്ലോ ഞങ്ങള്. ഇന്ത്യൻ പ്രധാനമന്ത്രി പറഞ്ഞു KC വേണുഗോപാലിനും എതിരെ വരും, അല്ലെങ്കിൽ KC വേണുഗോപാലിനെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കടക്കുന്ന മുമ്പ് നടപടി ഉണ്ടാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഞാൻ പറയുന്നത്, ഞാൻ ദേശീയ ഏജൻസിക്ക് ചില വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. ആ വിവരങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും. അതിനകത്ത് രാജസ്ഥാനിൽ നിന്നുള്ള ചില പ്രമാണിമാരുണ്ടാകും,
അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റൊരു കേസ് കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. തൃശൂർ ജില്ലക്കാരനായിട്ടുള്ള കോട്ടോൾ തമ്പി എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ കോട്ടോൾ തമ്പി എന്ന് പറയുന്ന ആള് റോബർട്ട് വദ്രയുടെ പാർട്ട്ണറായിരുന്നു. റോബർട്ട് വദ്ര എന്ന് പറയുന്ന ആള് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ആരുടെ കൂടെ നിന്നുകൊണ്ടാണ്? ശ്രീമാൻ KC വേണുഗോപാലിന്റെ കൂടെ നിന്നുകൊണ്ടാണ്. ഞാൻ ചില കാര്യങ്ങൾ മാത്രമേ മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളൂ. എന്റെ കയ്യിൽ രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ് 100 years of trust. പെർമിറ്റ് ലംഘിച്ച് സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്കെതിരെ കൊച്ചി നഗരത്തിൽ നിയമം കടുപ്പിച്ചിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. നിയമം കാറ്റിൽ പറത്തി എറണാകുളം ജില്ലയിൽ സർവീസ് നടത്തുന്നവരുടെ എണ്ണം കൂടിയതിനാലാണ് ഇത്തരമൊരു നടപടി വന്നത്. അതേസമയം ഓൺലൈൻ ഓട്ടോ ടാക്സികളാണ് ഇങ്ങനെ നിയമലംഘനം നടത്തുന്നതെന്നാണ് ഓട്ടോ ഡ്രൈവേഴ്സ് പറയുന്നത്. പെർമിറ്റ് അനുവദിച്ചുള്ള പ്രദേശത്ത് നിന്ന് വരുന്ന ഓട്ടം മാത്രമാണ് ഇവർക്ക് ഓടാൻ സാധിക്കുന്നത്. ആ പരിധി വിട്ടാൽ പെർമിറ്റ് നിയമലംഘനത്തിന് പിഴ ഈടാക്കും. സമീപ ജില്ലയിലെ 20 കിലോമീറ്റർ വരെ ഓടുന്നതിൽ തടസ്സമില്ല. ഇങ്ങനെ ദൂരേക്ക് ട്രിപ്പ് പോകുന്നവർ തിരിച്ച് ഓട്ടം പിടിക്കാതെ തന്നെ മടങ്ങണമെന്നാണ് നിയമം. എന്നാൽ ഈ നിയമങ്ങൾ ലംഘിക്കുന്നതായി കണ്ടെത്തിയ MVD തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 260ഓളം ഓട്ടോറിക്ഷകൾ കൊച്ചിയിൽ മാത്രം ഓൺലൈനായി ഓടുന്നതായി മനസ്സിലായത്. നമ്പർ ലിമിറ്റ് ചെയ്തിട്ടുണ്ട്, അതേസമയം തന്നെ ബാക്കി കണ്ടീഷൻസും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ സ്പെസിഫിക്കേഷനിൽ കൂടി ആ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റ് ജില്ലകളിൽ നിന്നും വന്ന് ഓടാൻ ആ നിയമം തന്നെ അനുവദിക്കുന്നില്ല. ദിസ് ടോട്ടലി റെസ്ട്രിക്റ്റഡ് ഫോർ ദ പർട്ടിക്കുലർ താലൂക്ക്, ലിമിറ്റഡ് ടു താലൂക്കാണ്. അതേസമയം ഓൺലൈൻ ഓട്ടോ ടാക്സികളാണ് പെർമിറ്റ് ലംഘനം നടത്തുന്നതെന്ന ആരോപണവുമായി എത്തിയിരിക്കുകയാണ് ഓട്ടോ ഡ്രൈവേഴ്സ് സൗഹൃദ കൂട്ടായ്മ. ഇത്തരത്തിലോടുന്ന ഓട്ടോറിക്ഷകൾ ഏതെങ്കിലും തരത്തിൽ അപകടത്തിൽപ്പെട്ടാൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല. ഓൺലൈൻ ഓട്ടോ ടാക്സിക്കാരുടെ കടന്നുകയറ്റത്തിൽ പോക്കറ്റ് ചേരുന്നത് തങ്ങളുടേതാണെന്നും ഇവർ പറയുന്നു. സ്റ്റാൻഡിൽ വന്ന് ടേണായിട്ട് പ്രശ്നമില്ലാതിരിക്കാൻ വേണ്ടി ഓട്ടം പോകാൻ വേണ്ടി കാത്തു കിടക്കും. ആ കാത്ത് ഇപ്പോൾ ഒരു ഓട്ടം വരും എന്ന് പറഞ്ഞ് കാത്തു കിടക്കുന്ന സമയത്ത് മോളിൽ നിന്ന് ഫ്രണ്ടിൽ ബസ്സിന് വന്ന ഒരാൾ ഇറങ്ങിയിട്ടും ഒരു ഫോൺ ചെയ്ത് ഉടനെ ഓട്ടോ വന്ന് ഈ ഇത് പിക്കപ്പ് ചെയ്തുകൊണ്ട് പോയാൽ നമ്മളിവിടെ കിടക്കണം എന്തിനു വേണ്ടിയിട്ടാണ്? പെർമിറ്റ് നിയമലംഘനം നടത്തിയാൽ ആദ്യം 3000 രൂപയാണ് പിഴ. വീണ്ടും ആവർത്തിച്ചാൽ പിഴ 7000 ഉയരും. കൂടാതെ ഓട്ടോറിക്ഷയുടെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ചെയ്യും. നിയമലംഘനം കൂടുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ പരിശോധന കടുപ്പിക്കാനൊരുങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. ന്യൂസ് 18 കൊച്ചി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാനിലേക്ക് യാത്ര തിരിച്ചു. വിദേശ രാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനം. ഭൂട്ടാനിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് ദ ഡ്രഗ് ഗ്യാൽപോ നരേന്ദ്രമോദിക്ക് സമ്മാനിക്കും. 2021 ഭൂട്ടാന് 5 ലക്ഷത്തിലധികം കോവിഡ് ഡോസുകൾ നൽകിയതിനാണ് ഈ പുരസ്കാരം. തലസ്ഥാനമായ തിംഫുവിലെ മോശം കാലാവസ്ഥ കാരണം കഴിഞ്ഞ ദിവസത്തെ യാത്ര മാറ്റിവെച്ചിരുന്നു. പകൽ വാർത്ത അവസാനിക്കുകയാണ്. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6100 രൂപ, പവന് 48,800 രൂപ. 18 ക്യാരറ്റ് ഗ്രാമിന് 5105, പവന് 40,840. വെള്ളി ഗ്രാമിന് 80, കിലോയ്ക്ക് 80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.